ആമീൻ ആമീൻ. വീണ്ടും വരുന്ന കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല ഒരു പുനരുദ്ധാനത്തിൻ്റെ ദിവസത്തിൽ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ നിൽപ്പാൻ തക്കവണ്ണം സ്വർഗം കൃപ ചെയ്തു. എല്ലാറ്റിനുമായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും അവൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ വെളിപ്പെടുന്നതാണ്. ദൈവത്തിൻ്റെ ശക്തി എപ്പോഴും അവൻ്റെ വചനത്താൽ വെളിപ്പെടുന്നതാണ്. വചനത്തിൽ കൂടാണ് കർത്താവിൻ്റെ മുഴുവൻ പ്രവൃത്തികളും പരിശുദ്ധാത്മാവിൽ വെളിപ്പെടുത്തുന്നത്. ഇന്ന് പകലിലും നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ആമേൻ, നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം, പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഏറ്റവും കുറഞ്ഞത് നമ്മൾ ആരാധനയ്ക്കൊക്കെ കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിൽ കുറഞ്ഞത് കുറേ സമയമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടായിരിക്കണം ആരാധനയ്ക്ക് കടന്നു പോകുന്നത്. നമ്മൾ എവിടെയെങ്കിലും പോകുന്ന ഒരു രീതിയിലോ അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ ആ ഒരു രീതികളിലൊന്നുമല്ല ആരാധനയ്ക്കായി കടന്നു പോകേണ്ടത്. ആരാധനയ്ക്കായി കടന്നു പോകുമ്പോൾ കർത്താവെ അങ്ങനോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്കാണ് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എല്ലാ മഹത്വവും ഞാൻ കർത്താവിന് കൊടുക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. സങ്കീർത്തനം 119 അധ്യായത്തിൻ്റെ 105 വാക്യം. സങ്കീർത്തനം 119 അധ്യായം 105 വാക്യം പറയുന്നു, നിന്റെ വചനം വായിച്ചു. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അപ്പം ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ അധികാരത്തിൽ നിർത്തുന്നത് അവൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. സങ്കീർത്തനം 120 എടുക്കുകയൊന്നും വേണ്ട. വചനം അയച്ച് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പറയുന്നതിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം വെറുതെ മടങ്ങി വരുന്ന വചനമല്ല, അത് കാര്യം സാധിപ്പിച്ച് എന്നരികിലേക്ക് മടങ്ങി വരത്തുള്ളൂ. അപ്പം വചനത്തെക്കുറിച്ച് പറഞ്ഞ്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപമാണ്, എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ് ദൈവത്തിൻ്റെ വചനം. അപ്പം ഈ വചനം ജഡമായി തീർന്നു ക്രിസ്തു. ഈ വചനത്തിൽ എന്ത് ചെയ്യണം? ഒരു വ്യക്തി എന്ത് ചെയ്യണം? നിലനിൽക്കണം. പാതയ്ക്ക് പ്രകാശമായി മാറണമെങ്കിൽ, ദീപമായി മാറണമെങ്കിൽ വചനത്തിൽ നിലനിൽക്കണം. നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ വചനത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുക. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനത്തെ നിങ്ങൾ പ്രമാണിക്കുന്നവരാകും. അപ്പോൾ അനേക വാക്യങ്ങൾക്കകത്തൂടെ ദൈവം പറയുക, എന്തിൽ നിലനിൽക്കണം? വചനത്തിനകത്ത് നിലനിൽക്കുന്നവരാണ്. ഹല്ലേലൂയ. ഈ വചനത്തിന് വലിയ പ്രത്യേകതയുണ്ട്. വചനത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഏത് മേഖലകളും തുറവി തരുന്ന വചനം. എബ്രായ ലേഖനം 4 അധ്യായത്തിൻ്റെ 12 വാക്യം. എബ്രായ ലേഖനം 4 അധ്യായം അതിൻ്റെ 12 വാക്യം. എബ്രായ ലേഖനം വായിച്ചു. ദൈവത്തിന്റെ വചനം ജീവന് ചൈതന്യവുമുള്ളതായി ഇരുവായ് തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നു. അപ്പൊ ഈ വചനത്തെ കുറിച്ച് പറയുന്നു. വചനം എന്താണെന്നും പറയാ ദൈവത്തിന്റെ വചനം എന്നതാ? ജീവനുള്ളതാ. മരിച്ചവനെ ഉയർപ്പിക്കുന്ന വചനമാ. ഇവിടെ പറയുന്നു അത് ചൈതന്യമുള്ളതാ. ചൈതന്യമില്ലാത്തവനെ ചൈതന്യമുള്ളതാക്കി മാറ്റുന്നത് വചനമാ. എന്നിട്ട് പറയാ ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന. അപ്പം വചനത്തെ അകത്ത് പിടികിട്ടുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരും നിങ്ങളെ എനിക്ക് വിവേചിക്കാൻ പറ്റിയില്ലെങ്കിൽ ദൈവം വിവേചിക്കും. ഒരാളുടെ ജീവിതത്തിനകത്ത് ഒരു അനുഗ്രഹത്തിലേക്ക്, ഉയർച്ചയിലേക്ക് തടയപ്പെടുന്നത് ദൈവം അവരെ വിവേചിക്കുന്നത് കൊണ്ടാണ്.
ഒരുവനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി വെളിപ്പെട്ടാൽ, ഇന്ന് പകലിൽ പറയണം, ഏത് മണ്ഡലങ്ങളിലും തുറക്കുവാൻ കഴിയുന്ന ഒരു ദൈവശക്തിയാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് പറയാം, ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചേറിയതാ. ഇന്ന് പകലിലെന്ന് പറഞ്ഞേ, ഒരു രോഗത്തിൻ്റെ അവസ്ഥയ്ക്കകത്തു നിൽക്കുന്നവനെ സൗഖ്യമാക്കാൻ ഈ വചനത്തിന് പറ്റും. സങ്കീർത്തനം 102:20 പറഞ്ഞു, വചനം അയച്ചു അവരുടെ രോഗികളെ സൗഖ്യമാക്കി. അടുത്ത യെശയ്യാ പറഞ്ഞു, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം വെറുതെ മടങ്ങി വരത്തില്ല, കാര്യം സാധിപ്പിക്കും. നീ പ്രാർത്ഥിച്ചതിൻ്റെ മുകളിൽ അത്ഭുതം ചെയ്യുവാൻ വചനത്തിന് കഴിയും. വചനം ജഡമായി തീർന്നു. ആമേൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിലറിയണം, വചനം ക്രിയ ചെയ്യാൻ തുടങ്ങിയാൽ, വചനം ഒരുവന്റെ മേൽ പകരപ്പെടാൻ തുടങ്ങിയാൽ നിന്റെ അവസ്ഥകളെ ദൈവം തമ്പുരാൻ മാറ്റും. ഇന്ന് പകൽ വിശ്വസിക്കുന്ന നീ ഏത് മണ്ഡലത്തിനകത്തു നിന്നാലും വചനം ഒരു വ്യക്തിയുടെ മേൽ പകരപ്പെടാൻ തുടങ്ങിയാൽ, വചനത്തിൻ്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങിയാൽ, സ്വർഗത്തിൻ്റെ ജ്ഞാനം വെളിപ്പെടുവാൻ തുടങ്ങും, സ്വർഗത്തിൻ്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങും, സ്വർഗത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ തുടങ്ങും, സ്വർഗം വാതിലുകളെ തുറക്കപ്പെടാൻ തുടങ്ങും. ഇന്ന് പകലിൽ പറയുന്ന അടയപ്പെട്ട വാതിലുകളെ തുറക്കുവാൻ വചനത്തെ കൊണ്ട് പറ്റും. ഹല്ലേലൂയ. നിന്നെ ഇന്ന് പകലിൽ വിക്കനായെങ്കിൽ പോയാലും ഇന്ന് പകൽക്കാലം അറിയണം, ഈ വചനത്തിന്റെ ശക്തി ഒരിടത്ത് വെളിപ്പെട്ടാൽ, ദൈവ പകർച്ച വ്യാപരിക്കാൻ തുടങ്ങിയാൽ അത്ഭുതങ്ങളായി മാറുവാൻ തുടങ്ങും. കുരുട്ട് കണ്ണുകൾ തുറക്കുവാൻ കാരണം, കുഷ്ഠരോഗികൾ ശുദ്ധമാകാൻ കാരണം, അത്ഭുതങ്ങൾ നടക്കുവാൻ കാരണം, അടയാളങ്ങൾ വെളിപ്പെടുവാൻ കാരണം, മുക്കുവനെ അപ്പോസ്തലനാക്കി മാറ്റുവാൻ കാരണം വചനത്തിന്റെ ശക്തിയാണ്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനകത്ത് വെളിപ്പെടണം, യേശുവിന്റെ നാമത്തിനകത്ത് വെളിപ്പെടണം. പത്രോസ് എന്ന് പറയുന്ന ഒരു സാധാരണ മുക്കുവനായിരുന്ന മനുഷ്യൻ ഈടുറ്റതായി ദൈവവചനത്തെ എഴുതപ്പെടുവാൻ കാരണം സ്വർഗത്തിലെ ജ്ഞാനം അവന്റെ മേൽ പകരപ്പെട്ടത് കൊണ്ട്. കാളയുടെ കൂട്ടത്തിൽ കണ്ടത്തിൽ ഉഴുതുകൊണ്ട് നിന്ന എലീശ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അപ്പോസ്തലനാക്കി മാറ്റിയത് വചനത്തിന്റെ ശക്തിയാണ്. ഒരു പ്രവാചകനാക്കി മാറ്റിയത്. ഇന്ന് പകൽക്കാലം മരണം അവന് മറഞ്ഞു കിടക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലതും വെളിപ്പെടുത്തണമെങ്കിൽ വചനത്തിൽ നിലനിൽക്കുന്നവനായി മാറാം. വചനത്തിന്റെ ശക്തി ഒരുവന്റെ മേൽ പകരപ്പെടാൻ തുടങ്ങിയാൽ, ദൈവത്തിന്റെ വചനം ഒരുവന്റെ മേൽ പകരപ്പെടാൻ തുടങ്ങിയാൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിഞ്ഞോ, നീ ആളും മാറിയവനെ പോലെ സ്വർഗത്തിലെ ദൈവം തമ്പുരാനാക്കോ. ഒരുവന്റെ മേൽ പകരപ്പെടാൻ തുടങ്ങിയ ഇന്ന് പകൽക്കാലം പറഞ്ഞു, അതിനെ ഒറ്റ വാക്കിൽ പറയാം, അതിന് പറയുന്നു അഭിഷേകം എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കുന്നുവോ? ലൂക്കോസിന്റെ സുവിശേഷം എടുത്താൽ 4-ാം അധ്യായം എടുക്കും, അതിനെ വ്യക്തമായി പറയുന്നു. യേശുവിന്റെ മേൽ പകരപ്പെട്ടതിനെ കുറിച്ച് പറയാം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിയാൽ എന്റെ മേലുണ്ട്. ഇവിടെ നോക്കണേ, കർത്താവ് പറയുന്നൊരു വാക്ക്, യേശു പറയുന്നൊരു വാക്ക് നോക്കണം. പ്രവചന പുസ്തകത്തിൽ എഴുതിപ്പെട്ടത് റിലീസ് ചെയ്യാൻ പോകുമ്പോ ഇവിടെ പറയുക, യേശു പറയുക, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. എന്നിട്ട് പറയുക, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും. അപ്പൊ നോക്കണം, ദൈവത്തിന്റെ ആത്മാവ് യേശു പറയുക എന്റെ മേലുണ്ട്. എന്തിനു വേണ്ടിയാ? ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ, പീഡിതന്മാരെ വിട്ടയക്കാൻ, കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബൈബിൾ പറയുക, ക്രിസ്തുവും നിങ്ങളും കൂട്ട് അവകാശികളാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചുപോയി, ആത്മാവിൽ നിങ്ങൾ ആരും കൂട്ടവകാശിയാകുന്ന ആരുമായിട്ടുള്ള ബന്ധത്തിലാ. ആത്മാവ് ഒന്നായതുകൊണ്ട്, ആത്മാവ് ഒന്നായി മാറിയതുകൊണ്ട് ക്രിസ്തുവിന്റെ മേൽ പകരപ്പെട്ട ആത്മാവ് നമ്മുടെ മേലുണ്ട്. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവത്തെ അപ്പ എന്ന് വിളിക്കുവാൻ നമുക്ക് അധികാരം കിട്ടിയത്. ആര് മുഖാന്തരം? യേശു ക്രിസ്തു മുഖാന്തരം. ഈ ആത്മാവ്, ഇവിടെ പറയുക, ഈ അഭിഷേകം നമ്മുടെ മേൽ പകരപ്പെട്ടാൽ, ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇവിടെ തുടക്കം ഇങ്ങനെ പറയും, ദരിദ്രന്മാരോട്. അപ്പൊ ഈ ആത്മാവിനെ പകർന്നത് എന്തിനു വേണ്ടിയാ? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. എന്നിട്ട് പറയാ, ബദ്ധന്മാർക്ക് വിടുതലും
കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിട്ടേപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. എന്നിട്ട് 20ാമത്തെ വാക്യം പറയുന്നു, പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരിച്ചു കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള സകലരുടെയും കണ്ണ് യേശുവിന്റെ മേൽ പറഞ്ഞു. യേശു പറഞ്ഞു, അവൻ അവരോട്, ഇന്നു നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. അപ്പൊ യേശുവിനെ കുറിച്ച് പറഞ്ഞ, നിങ്ങളുടെ അകത്തൊന്ന് കടന്നു പോക്കണേ, യേശുവിനെ കുറിച്ച് പറഞ്ഞ പ്രവചനം യേശു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിച്ചിട്ട് പറഞ്ഞു, ഇത് നിവൃത്തിയായി എന്ന് പറഞ്ഞാൽ ഇനി മുതൽ, ഇവിടെ മുതൽ കുരുട്ട് കണ്ണുകൾ തുറക്കുകയും അത്ഭുതങ്ങൾ നടക്കുകയും ചെയ്യാൻ പോവാ. ഇന്ന് പൽക്കൽക്കാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആത്മാവിൻ പറയൂ, യേശു പറയുകയാണ്, ദരിദ്രന്മാരോട് ഞാൻ സുവിശേഷം അറിയിക്കാൻ വന്നിരിക്കുന്നു. എന്തുകൊണ്ട്? അവൻ്റെ ആത്മാവ് എൻ്റെ മേലുള്ളതിനായി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ ആത്മാവ്, ക്രിസ്തു പറയും, യേശു പറയാണ്, അവൻ്റെ ആത്മാവ് എൻ്റെ മേലുള്ളതിനാൽ. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, ഈ വചനം എന്ത് ചെയ്യാൻ പോവാ? നിവൃത്തീകരിക്കപ്പെടുവാൻ പോയി. ഇന്ന് നിങ്ങൾ തിരുവെഴുത്ത് കേട്ട പ്രകാരം ഇന്ന് ഇതെന്ത് ചെയ്യാൻ പോവാ? നിവൃത്തീകരിക്കപ്പെടാൻ പോവുക. 1 കൊരിന്ത്യർ എടുത്താൽ 1 കൊരിന്ത്യർ 2-ാം അധ്യായം, 1 കൊരിന്ത്യർ 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. പൗലോസ് പറയും, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ. ഇവിടെ പറയുന്നു എന്തു പറയുന്നു? ഈ ലോകത്തെ പറയുന്ന പ്രസംഗം നോക്കിക്കോളാം. പൗലോസ് പറയാണ്, എന്താ? ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല. ഇതെവിടുന്നാ വരുന്നേ? നിങ്ങളുടെ അകത്ത് പിടികിട്ടുന്നുണ്ടോ? ഈ ഭൂമിയിലെ കാര്യം പറയാനല്ല ഞങ്ങൾ നിൽക്കുന്നത്, സ്വർഗത്തിലെ കാര്യം പറയാനാ. ഈ ഭൂമിയിലെ കാര്യങ്ങൾ പറയാനല്ലേ ഇന്നയാൾ പ്രധാനമന്ത്രിയാവും, അടുത്തയാൾ ഈ പ്രധാനമന്ത്രിയാവും, അടുത്ത പാർട്ടി വരാൻ പോയി, ഇതൊന്നും പറയാനല്ല നിൽക്കുന്നത്. യേശു വരാറായെന്ന് പറയുവാനാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു രാജാവുണ്ട്. ആ രാജാവിൻ്റെ ഭരണം വരാൻ പോവുക. ഹല്ലേലൂയ. ആ രാജാവ് വരാൻ പോവുകയാന്ന് പറയുന്നത്. ഇവിടെ പറയുന്നു, ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ലോകത്തിൻ്റെ അറിവല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. 7-ാമത്തെ വാക്യം, ദൈവം ലോക സൃഷ്ടിക്കുന്ന മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ. അപ്പം ലോകത്തിന്റെ ആരംഭത്തിന് മുമ്പ് തന്നെ ദൈവം എന്ത് ചെയ്തു? ദൈവം വെളിപ്പെടുത്തി. പ്രവാചകന്മാർ, ഇപ്പൊ യേശു പറഞ്ഞ് വായിക്കുന്നു, യെശയ്യാ പ്രവാചകൻ പുസ്തകം 4:18 വന്നവൻ പറഞ്ഞു. എന്നിട്ട് താഴോട്ട് വന്നിട്ട് പറഞ്ഞു, തിരുവെഴുത്തിനകത്ത് പറഞ്ഞിരിക്കുന്നതിനെയാണ് അത് നിവർത്തീകരിക്കപ്പെടുന്നത്. അപ്പൊ മുന്നവേ ദൈവം പറഞ്ഞതിനെ, ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ദൈവം ലോക സൃഷ്ടിക്കുന്നതിന് മുമ്പേ ആരുടെ തേജസ്സിനായി? പിടികിട്ടുന്നോ? യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ പാപത്തിന് പകരമായി മരിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിൻ്റെ വലത്തുവശത്ത് ചെന്നിട്ട് ആ തേജസ്സിനെ ക്രിസ്തുവിൻ്റെ മേൽ പകർന്നു. അതേ തേജസ്സിനെ ആരുടെ മേൽ പകർന്നു? നമ്മുടെ മേൽ പകർന്നു. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ, ലോക സൃഷ്ടിക്കും മുമ്പേ നമ്മുടെ തേജസ്സിനായി മുന്നവേ നിയമിച്ചതും. കേട്ടോ, ഇത് മറഞ്ഞിരിക്കുമായിരുന്നു, വെളിപ്പെട്ടില്ല. മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ. അപ്പം ഈ പൗലോസ് പറയുക, ആരുടെ ജ്ഞാനത്തിലാ പ്രസംഗിക്കുന്നേ? പിടികിട്ടുന്നുണ്ടോ? നിങ്ങളുടെ വിദ്യാഭ്യാസമോ നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ പ്രാപ്തിയോ അല്ല, ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരുമ്പോൾ. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ഒത്തിരി ചെയ്യാൻ പറ്റും. ഒത്തിരി ബുദ്ധിമാന്മാർ വീണു പോയിട്ടുണ്ട്, പലരും വീണു പോയിട്ടുണ്ട്. പക്ഷേ പത്രോസിന്റെ ബുദ്ധിക്കനുസരിച്ചുള്ള പടകും
പത്രോസിന്റെ ബുദ്ധിക്കനുസരിച്ചുള്ള വലയും ഉണ്ടായിരുന്നു പത്രോസിന്റെ കയ്യിൽ. വലയ്ക്ക് വ്യത്യാസങ്ങളുണ്ട്. രാത്രിയിൽ വീശുന്ന വല കൊണ്ട് പകല് വീശാൻ പറ്റത്തില്ല. അതിന് നൂലിന് വ്യത്യാസങ്ങളുണ്ട്. പകല് വീശുന്നതിനുണ്ട്. ചെറിയ മത്സ്യങ്ങൾ പലതുണ്ട്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോണേ, യേശു കർത്താവിൻ്റെ അരികിൽ ചെന്നപ്പോൾ യേശു പറയുക പത്രോസിനോട്, പത്രോസ് നീ എന്ത് ചെയ്യണം? ആഴത്തിൽ വല വീശുവീനെന്ന് പറഞ്ഞു. പത്രോസ് ഉടനെ ഒരു കാര്യം യേശുവിനോട് പറയാൻ, നാഥാ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ ഓർത്തോണം, ഇത് നേരം വെളുത്തു. നേരം വെളുത്തുമ്പം വീശാനുള്ള വലയല്ല ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്, ഇത് രാത്രിയിൽ മാത്രം. ദൈവം അതിനൊന്നും മറുപടി പറഞ്ഞില്ല. എന്നിട്ട് പത്രോസ് അവിടെ പറയാം, എങ്കിലും നിന്റെ വാക്കിനെ എനിക്ക് വിശ്വാസമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പത്രോസിന്റെ ജ്ഞാനമല്ല യേശുവിൻ്റെ മേൽ പകരപ്പെട്ട ജ്ഞാനം. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഈ പത്രോസിന് വെളിപ്പെട്ടതല്ല, യേശുവിന് വെളിപ്പെട്ടത്. പത്രോസ് അപ്പോസ്തലൻ പടകുമായി ഇറങ്ങുന്നു, വല വീശുന്നു. പെരുത്ത ഒരു മീൻകൂട്ടം കിട്ടിയപ്പോൾ പത്രോസ് ആശ്ചര്യപ്പെടുവാൻ കാരണമായി തീർന്നത് ഒന്നാമത്തെ മണ്ഡലം നിങ്ങൾ തിരിച്ചറിയണം, ഇത് പറഞ്ഞവനുള്ള വിശ്വാസമാണ്. ഇതുകൊണ്ട് പറയുന്നു ദൈവത്തിന്റെ ജ്ഞാനമത്രേ. അപ്പൊ പൗലോസ് പറയാ, ഈ ഭൂമിക്കകത്തെ വിദ്യാഭ്യാസം കൊണ്ട് നേടിയതോ ഒന്നുമല്ല ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇത് ആരുടെ കൃപയാ? സ്വർഗത്തിന്റെ ജ്ഞാനമത്രേ ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. 8-ാമത്തെ വാക്യം, അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. അപ്പൊ ലോകത്തിലുള്ളവർ പഠിച്ചപ്പോ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയപ്പോ ഈ രക്ഷകനെ കുറിച്ച് അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. യേശുവിനെ കുറിച്ച് അവർ അതങ്ങനെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ എന്ത് ചെയ്യത്തില്ലായിരുന്നു? ക്രൂശിക്കത്തില്ലായിരുന്നു. ഇത് വെളിപ്പെടാതിരിപ്പാൻ പിശാചൊരു മറ വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് സാധാരണ മനുഷ്യന് പിടികിട്ടിയിരുന്നെങ്കിൽ, ഇവിടുത്തെ ജ്ഞാനത്തിൽ വെളിപ്പെട്ടിരുന്നെങ്കിൽ, ഇപ്പം നമുക്ക് വെളിപ്പെട്ടപ്പോൾ ആരുടെ ആത്മാവിനാലാ? നിങ്ങൾ ഇതാ തിരിച്ചറിയണ്ടേ, ആരുടെ ആത്മാവിനാലാണ് യേശുവിനെ കണ്ടെത്താൻ പറ്റിയത്? ആരുടെ ആത്മാവിനാലാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അപ്പോൾ വ്യത്യാസങ്ങൾ നിങ്ങളുടെ അകത്ത് പിടികിട്ടുന്നുണ്ടോ? അകത്ത് വെളിപ്പെടുന്നുണ്ടോ? സ്വർഗത്തിൻ്റെ ജ്ഞാനമല്ല. അതുകൊണ്ടാണ് പറയുന്നത്, യേശുവിൻ്റെ അരികിൽ വന്നാൽ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കുമെന്ന് നമ്മൾ വിശ്വസിക്കാൻ കാരണം ഇത് ലോകത്തിൻ്റെ ജ്ഞാനമല്ല. പിടികിട്ടിയോ? ലോകത്തിലുള്ളവർ പറയും, ഇന്ന ഹോസ്പിറ്റലിൽ പോക്കോ, അവിടെ അത്ഭുതം നടക്കും. ഇട്ടെറിഞ്ഞ് നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ പോകും. എന്നാൽ വിശ്വസിക്കുന്ന ചിലരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഹല്ലേലൂയ. എന്തിനേക്കാൾ ഉപരിയായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 21-ാമത്തെ വാക്യം എടുത്ത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. 30-ന്റെ 21-ാമത്തെ വാക്യം. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് നിന്നും കേൾക്കും. അപ്പൊ കേട്ടോ, ആരുടെ ആത്മാവ് വന്നാൽ നിങ്ങൾ പിടികിട്ടുന്നോ? ദൈവത്തിന്റെ നടത്തിപ്പ് നിങ്ങളുടെ മേൽ വന്നാൽ, ദൈവാത്മാവ് വന്നാൽ, യേശു പറഞ്ഞു അവന്റെ ആത്മാവിലാൽ എന്നെ എന്ത് ചെയ്തിരിക്കുക? അഭിഷേകം ചെയ്തിരിക്കുക. അപ്പൊ എൻ്റെ നടപ്പും എടുപ്പും ആരുടെ നിയന്ത്രണത്തിലായി? യേശുവിനെ ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് പിടികിട്ടിക്കണം. യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. ഇത് ആരുടെ പദ്ധതി? ദൈവ പദ്ധതി. ആർക്ക് വേണ്ടി യേശു വന്നു? പിതാവാം ദൈവം. എന്തുകൊണ്ട് പറയുന്നു? കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ യേശുവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പൊ എന്ത് പറയാനാ? പിടികിട്ടുന്നോ? പ്രസാദ വർഷം പറയുവാൻ യേശുവിനെ പിതാവാം ദൈവം, അവന്റെ ദൈവത്തിന്റെ ആത്മാവിനാൽ എന്ത് ചെയ്തിരിക്കുക? അഭിഷേകം ചെയ്തിരിക്കുക. അപ്പൊ ആരെ കുറിച്ചേ പറയത്തുള്ളൂ? പിടികിട്ടും. നിങ്ങൾ എന്നെ പിടികിട്ടുന്നുള്ളൂ? ദൈവത്തിന്റെ മഹത്വത്തിലേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത്. അതിനകത്തു പറഞ്ഞു, ഈ അഭിഷേകം എൻ്റെ മേൽ വന്നാൽ ദരിദ്രന്മാരോട് ഞാൻ സുവിശേഷം അറിയിപ്പാൻ,
കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ, ബദ്ധന്മാരെ വിടുവിക്കുവാൻ, അത്ഭുതങ്ങളും അടയാളങ്ങൾ ചെയ്യുവാൻ അവൻ എന്നോട് കൂടെ. ഓ, പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ദൈവം ഇവിടെ നിങ്ങളുടെ അകത്ത് പിടിക്കണം. അപ്പൊ ആത്മാവിന്റെ നടത്തിപ്പിനകത്ത് വരുമ്പോ ഇവിടെ പറയുന്നു, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. പിടികിട്ടിയോ? ഈ ശബ്ദം കേൾക്കാറുണ്ടോ? അഭിഷേകത്തിന്റെ നിറവ ഞാനീ പറഞ്ഞേ. ദൈവാത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാ. യേശുവിനെ നടത്തിയത് ദൈവത്തിൻ്റെ ആത്മാവ്. യേശു ആത്മാവിന് കീഴ്പ്പെട്ട് നടന്നതുപോലെ നീ ആത്മാവിന് കീഴ്പ്പെട്ട് നടക്കുന്നവനാണെങ്കിൽ ഇല്ലാത്തതിനെ നീ ഉള്ളതുപോലെ വിളിച്ചു വരുത്തും. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പോൾ ആത്മാവിൻ്റെ അഭിഷേകം യേശുവിൻ്റെ മേൽ പിതാവാൻ ദൈവം പകരുമ്പോൾ യേശു പറയുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്തിട്ട് പറയുക, ദരിദ്രന്മാരോട് സുവിശേഷം പറയാൻ കർത്താവിനെ എന്ത് ചെയ്തിരിക്കുക? അഭിഷേകം ചെയ്തിരിക്കുക. ഇവിടെ പറയുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വന്ന് പറയുന്നത്, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നു കൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ആത്മാവിന്റെ ശക്തി നിനക്ക് പിടികിട്ടുന്നുണ്ടോ? നിങ്ങളുടെ നടത്തിപ്പ് ആരുടെ നിയന്ത്രണത്തിലാകണം? ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാകണം. പിടികിട്ടിയോ? എന്നാൽ 99% നടത്തിപ്പ് നമ്മുടെ പഴയ പ്രാകൃത മനുഷ്യൻ്റെ ആത്മാവിനാലാ, ജഡമനുഷ്യൻ്റെ ആത്മാവിനാലാ. നമ്മുടെ നിയന്ത്രണം ഇന്ന് നടക്കുന്നത് സ്വർഗത്തിൻ്റെ ആത്മാവിനല്ല, ജഡമനുഷ്യൻ്റെ ആത്മാവിനല്ല. ഇവിടെ പറയുന്ന ആത്മാവിൻ്റെ ശബ്ദം കേൾക്കണമെന്ന് വരികിൽ, ഇവിടെ പറയുന്നു ആത്മാവിൻ്റെ ശബ്ദത്തിനകത്ത് നിൽക്കണമെന്ന് വരികിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ നിങ്ങളുടെ അകത്ത് തിരിച്ചറിയണം. നിങ്ങൾ ആത്മാവിന് എന്ത് ചെയ്യേണ്ടവരാ? കീഴ്പ്പെടേണ്ടവരാ. ആത്മാവിന് കീഴ്പ്പെടുന്നവർ. ആത്മാവിന് കീഴ്പ്പെടുന്നവരെങ്കിൽ ഇന്ന് ഈ സഭാ ഹോളിനകത്ത് എല്ലാവരും കാണും. ആത്മാവിന് കീഴ്പ്പെടാത്തവൻ ഇന്ന് സഭാ ഹോളിൽ കാണത്തില്ല, ഇറച്ചിക്കടയുടെ മുന്നേ കാണും. ആത്മാവിന്റെ നിയന്ത്രണം ഒരു വ്യക്തിയുടെ മേൽ ദൈവം ഇട്ടാൽ, ഒരു മനുഷ്യന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യന്റെ ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിരൂപിക്കാത്തത് നിനക്ക് കാണുവാൻ ദൈവം ഭാഗ്യം തരും. എത്ര പേർ വിശ്വസിക്കുക? ആത്മാവിന് ഒരുവൻ കീഴടങ്ങുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞു, കല്ലറയിൽ അടച്ചാലും കല്ലറയെ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ആത്മാവിന് ഒരുവൻ കീഴ്പ്പെട്ട് നടക്കാൻ തുടങ്ങിയാൽ, കാരാഗ്രഹത്തിൽ നിന്നെ അടച്ചാലും അതിന്റെ വാതിലിനെ തുറക്കാൻ ദൂതന്മാർ ഇറങ്ങാൻ തുടങ്ങുക. നിന്റെ ശരീരത്തിൽ കല്ലുകൊണ്ടെറിഞ്ഞാലും നിന്നെ മരിക്കാതെ അവരുടെ മധ്യത്തിൽ നിർത്തുന്നത് ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവനെയാ. ഇന്ന് പകൽക്കാലം മരണം യോഹന്നാനെ പത്മോസിനകത്ത് എറിയുമ്പോഴും, പത്മോസിനകത്ത് എറിയപ്പെടുമ്പോഴോ, പൗലോസ് യോഹന്നാൻ പത്മോസിനകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴോ ഒരു പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലും ഒരു ശബ്ദം ഇന്ന് പകലിൽ അറിയണം. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലൊരു ശബ്ദം. അവൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ വെള്ളോട് സദൃശമായ കാലോട് കൂടിയവൻ, നീ ആരെ വിശ്വസിച്ചോ? നീ ആരെ വിശ്വസിച്ചോ? അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നവനാ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആത്മാവിന്റെ നടത്തിപ്പുണ്ടെങ്കിൽ, ആത്മാവിന്റെ നടത്തിപ്പുണ്ടെങ്കിൽ നീ തേടി പോകേണ്ട വരത്തില്ല. ദൈവം നിനക്ക് വേണ്ടി തേടി തരിക തന്നെ ചെയ്യും. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ആത്മാവി കീഴ്പ്പെട്ടവനോ ആത്മാവിന്റെ വിശ്വസ്തതയ്ക്കകത്ത് നിൽക്കുന്നവനാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ ദൂത് പറയാം, ഇന്ന് പകൽ കുരുതുതോട്ട് നഷ്ടപ്പെടണം, ഉണങ്ങിപ്പോയാൽ സറാപത്തിൽ ഒരു കരുതലുണ്ട് നിനക്ക് വേണ്ടി. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയാം, ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ച് നിൽക്കുന്നവനാണോ? ദേശത്തിനകത്തെ മന്ന നിന്നു പോയാൽ കാക്കയുടെ വരവ് നിൽക്കത്തില്ല കേട്ടോ. നിന്റെ ഭവനത്തെ തകർത്ത് കളയുക, നിന്റെ ഭവനത്തിനെതിരായി നിന്ന ഒരു ശക്തി നിന്നാലും ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവനോട് ഞാൻ വിളിച്ചു പറയാം, ആത്മാവിന്റെ നിറവുള്ളവനോട് ഞാൻ പറയാം, കരുതാവുന്ന ഒരുവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിനക്ക് വേണ്ടി കരുതുക തന്നെ ചെയ്യും. ഓ, വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു.
യേശുവിന്റെ നാമത്തിൽ നിന്റെ ജഡത്തിന്റെ ആത്മാവ് നിന്നെ നടത്തുന്നെങ്കിൽ നീ നിത്യ രോഗിയായി മാറും. അവൻ ആത്മാവിൽ നടത്തുന്നെങ്കിൽ നീ പോലും അറിയാതെ സൗഖ്യം വന്നുകൊണ്ടേയിരിക്കും. വിശ്വസിക്കുന്നവർ വിളിച്ചു പറ. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയണം, എന്റെ മേൽ ആത്മാവ് പകരപ്പെട്ടാൽ ഒരു ക്യാൻസർ എന്റെ മേൽ ഇരിക്കാൻ പറ്റത്തില്ല, ഒരു രോഗത്തിന് എന്റെ മേൽ ഇരിക്കാൻ പറ്റത്തില്ല. എന്റെ മേൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ടാ പറയുന്നേ, ഹല്ലേലൂയ. പൗലോസ് പറയുന്നുണ്ട്, പലപ്പോഴും ആത്മാവ് പൗലോസിനോട് സംസാരിക്കുന്നു, അസിയയിലേക്ക് പോകണ്ട. അമ്മി ആത്മാവ് സംസാരിക്കും. നോക്കണേ, അമ്മി കടലിനകത്തൂടെ യാത്ര ചെയ്യുക. കടലിനകത്തൂടെ രാത്രിയും പകലും പൗലോസിന് തിരിച്ചറിയാൻ മേല, അതുപോലെ നിൽക്കുകയാ. അമ്മി കപ്പലിന്റെ യാത്ര എങ്ങോട്ടെന്ന് അറിയത്തില്ല, രാത്രി ഏതാ പകലെന്നറിയത്തില്ല. ആത്മാവുള്ളവൻ പടകിനകത്തിരിപ്പുണ്ട്, അവൻ വെപ്രാളം തുടങ്ങാൻ തുടങ്ങി. പൗലോസിനകത്തൊരു ഭയം കയറിയപ്പോ സ്വർഗത്തിന്റെ ദൂതൻ ഇറങ്ങിയിട്ട് പൗലോസിനോട് പറയാ, പൗലോസേ, ഈ കടലിന്റെ തിരമാലയ്ക്ക് ഇരുന്നാലും നീ ഭയപ്പെടണ്ട കേട്ടോ. ഇന്ന് പകൽ ആരോടോ ആത്മാവിന്റെ ഒരു ദൂത പറയുന്നത്, നിന്റെ ഭവനത്തിനകത്തൊരു തകർച്ച വരുമെന്ന പിശാച് പറഞ്ഞാൽ ആത്മാവിന് ഒന്നേ പറയാനുള്ളൂ, നീ ഇന്ന് ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആത്മാവുള്ളവർ ഇന്ന് പകൽ തിരിച്ചറി, പ്രതിസന്ധിയുടെ മുന്നിൽ, പ്രതികൂലത്തിന്റെ മുന്നിൽ ആത്മാവിന് തീയിറങ്ങുക തന്നെ ചെയ്യുക. ഇന്ന് പകൽ വിശ്വാസത്തിനകത്ത് വിളിച്ചു പറ, നീ വിശ്വസിച്ചത് ദൈവത്തെ ആണെങ്കിൽ, നീ വിശ്വസിച്ചത് കർത്താവിനെ ആണെങ്കിൽ, ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുക, പൗലോസേ ഭയപ്പെടേണ്ട, ഈ പൗലോസേ നീ ഭയപ്പെടേണ്ട, നീ നിൽക്കാനുള്ള നീറോ ചക്രവർത്തിയുടെ മുന്നിൽ ഞാൻ നിന്നെ നിർത്തുവാൻ പോകുക. ഇന്ന് പകൽ ആത്മാവിനകത്ത് ആരോടോ ആത്മാവ് പ്രവചിച്ചു പറയുക, നീ കണ്ടിട്ടില്ലാത്ത വാതിലുകൾ ഈ ദിവസം ദൈവം നിനക്ക് തുറക്കാൻ പോകുക. അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിന്റെ മേൽ, അത്ഭുതം നിന്റെ തലമുറയുടെ മേൽ ഈ പകലിൽ അത്ഭുതങ്ങൾ നടക്കുന്നതിനാ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയോ. ഹല്ലേലൂയ. അപ്പൊ പൗലോസിന്റെ അകത്തോട്ട് നോക്കിക്കോ, ദൈവാത്മാവുള്ളവനോട് വലത്തോട്ടും ഇടത്തോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും എങ്ങോട്ട് നടക്കണമെന്ന് ആത്മാവ് പറയും. ഇന്ന് പകൽ എത്ര പേർ അകത്ത് പിടികിട്ടുന്നുണ്ട്? ഒരു നടത്തിപ്പ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ഒരു യജമാനൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, എൻ്റെ ഒരു ഇടയൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഭയപ്പെടേണ്ട വരത്തില്ല. ഹല്ലേലൂയ. നടത്തിപ്പുകാരൻ പറഞ്ഞു, ആമേ, നിന്നെ നിർത്തുവാനുള്ള, നീറോയുടെ മുൻപിൽ നിന്നെ നിർത്തുവാനുള്ളതാണ് പൗലോസിനോട് ആത്മാവിനകത്ത് വെളിപ്പെടുത്തി, സ്വർഗത്തിന്റെ ദൂതം വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ഇന്ന് ചെന്ന് നിൽക്കുന്ന മിലിത്യ എന്ന് പറയുന്ന ഒരു ദ്വീപിനകത്ത്, അതും ബർബരന്മാരുടെ മധ്യത്തിൽ പൗലോസും ആളുകളും നിൽക്കുകയാ. ഹല്ലേലൂയ. പൗലോസ് ചിന്തിക്കാത്തത് ദൈവം ചെയ്യാൻ പോകുക. ഇന്ന് എത്ര ആത്മാവിൽ എത്ര പേര് പിടിക്കുന്നത്? പൗലോസ് ചിന്തിക്കാത്ത ദൈവം ചെയ്യാൻ പോവാ. നീ ചിന്തിക്കാത്തത് ദൈവം ചെയ്യാൻ പോവാ. നിന്റെ ഭവനത്തിൽ നീ ചിന്തിക്കാത്തത് ഈ പകൽ ദൈവം ചെയ്യാൻ പോകുക. എത്ര പേര് ആമേൻ പറയുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആമേൻ. നീ ചിന്തിക്കാത്ത ചിലത് ആത്മാവ് ദൂതായി പറയുക, നിന്റെ ഭവനത്തിൽ ചെയ്യാൻ പോവാ. നീ ചിന്തിക്കാത്ത ചിലത്, നീ ചിന്തിക്കാത്ത ചില അത്ഭുതം നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. മെലിത്യ ദ്വീപിനകത്ത് ചെന്നോ അവരെ തണുക്കുവാൻ തുടങ്ങി. അവർ കടലിൽ നീന്തി കയറിയവരാ. അവർ ഓരോ കൊള്ളികൾ എടുത്ത് വിറവ് കൂട്ടുവാൻ തുടങ്ങി. ആത്മാവുള്ളവന്റെ കയ്യിൽ അണലി കടിച്ചു തൂങ്ങി. കടലിൽ കടിച്ചു തൂങ്ങിയപ്പോ അവിടെ നിൽക്കുന്നവൻ പറഞ്ഞു, ഇവൻ ഭാവിയായ ഒരു മനുഷ്യനാ, ഇവൻ ദുഷ്ടനായ മനുഷ്യനാ. പൗലോസ് അതിനെ കുടഞ്ഞ് തീയിലേക്ക് കടഞ്ഞു. ആത്മാവുള്ളവൻ വചനം മുന്നേ കിടക്കുക. പാമ്പിനെ, തേളിനെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാനുള്ള അഭിഷേകം നിന്റെ മേൽ ഇരിപ്പുണ്ട്. പാമ്പിനെ, തേളിനെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാനുള്ള അഭിഷേകം നിന്റെ മേലുണ്ട്. പൗലോസ് അതിനെ കുടഞ്ഞു കളയുന്നു. വചനം വീണ്ടും പറയുന്ന, മരണകരമായി എന്ത് കടിച്ചാലും എന്ത് കുടിച്ചാലും നിനക്കൊരു ഹാനി തരത്തില്ല. ആത്മാവ് വിളിച്ചു പറഞ്ഞ പൗലോസിനോട്, പൗലോസ് അതിനെ കുടഞ്ഞു കളഞ്ഞു. നോക്കി നിൽക്കുകയാ, മരിച്ചു പോകുമെന്ന് നോക്കി നിൽക്കുകയാ. പൗലോസിനൊരു കേടും പറ്റിയില്ല, പൗലോസിനൊരു കേടും പറ്റിയില്ല. ഇത് സ്വർഗത്തിന്റെ ജീവനാണ്, സ്വർഗത്തിന്റെ അഭിഷേകമാണ്, സ്വർഗത്തിന്റെ കൃപയാണ്, സ്വർഗത്തിന്റെ സ്വർഗ പദ്ധതിയാണ്. യേശുവിന്റെ നാമത്തെ ഇന്ന് സഭ വിളിച്ചു പറയുമ്പോ, സ്വർഗത്തിന് എന്നെ കുറിച്ച് ഒരു പദ്ധതിയുള്ളത്, സ്വർഗത്തിന്റെ അഭിഷേകം എന്റെ മേലുള്ളത്. ഈ നാളുകൾ അവസാനിക്കുന്ന അത്ഭുതം നടക്കാൻ പോകുകയാണ്. ഒരു മേജർ ഷിഫ്റ്റ് നടക്കാൻ പോകുകയാണ്. ഒരു അതിര് ദൈവം മാറ്റാൻ പോകുകയാണ്. വിശ്വസിക്കുക.
പൗലോസിനെ ദൈവം വിളിച്ച് ചുമ്മാ വിളിച്ചൊന്നുമല്ല കേട്ടോ. പൗലോസിനെ ദൈവം തമ്പുരാൻ വിളിച്ചെന്നറിയാ, ബർബരന്മാരോട് സുവിശേഷം പറയുവാൻ സ്വർഗം പദ്ധതിയിട്ട് പൗലോസിന്റെ മേൽ. ഹല്ലേലൂയ. നിമിഷ നേരം കൊണ്ട് ബർബരന്മാർ, പൗലോസിനെതിരായി നിന്ന ബർബരന്മാർ തിരിഞ്ഞോ, ഇവൻ ഒരു ദേവനെന്ന് പറയുവാൻ തുടങ്ങി. ഇന്ന് പകൽ ആത്മാവിനകത്ത് അറിഞ്ഞോ, സ്വർഗത്തിന്റെ ജ്ഞാന ഈ ഭൂമിയിലുള്ളവന്റെ ജ്ഞാനമല്ല, സ്വർഗത്തിന്റെ പദ്ധതി ഭൂമിയിലുള്ളവന്റെ പദ്ധതിയല്ല. നിന്റെ മേൽ പകരപ്പെട്ട സ്വർഗത്തിന്റെ കൃപയാണെങ്കിൽ ഇന്ന് പകലിൽ അറിഞ്ഞോ, നീ ഇടത്തോട്ടോ വലത്തോട്ടോ നടക്കുക, സ്വർഗം നിന്നോട് കൂടെ നിൽക്കുമെന്ന്. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. വിശ്വസിക്കുന്നവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സ്വർഗത്തിന്റെ കൃപ എൻ്റെ കൂടെ ഇരിക്കുമ്പോ ഞാൻ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുക. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, യിരെമ്യാവിന്റെ 33:3 വരുമ്പോ ബൈബിൾ പറയുകയാണ്, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. കണ്ടോ. ഹല്ലേലൂയ. കർത്താവ് പറയുന്ന വാക്യട്ടോ, എന്നെ എന്ത് ചെയ്യണം? വിളിച്ചപേക്ഷിക്കണം, ഞാൻ നിനക്ക് എന്ത് ചെയ്യും? ഉത്തരമറിയ. എന്നിട്ടോ നീ അറിയാത്ത ഇവിടെ കളി. നീ അറിയാത്തതും മഹത്തായതും അഗോചരമായതും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഇവിടെ ആർക്കും വെളിപ്പെടുത്താത്തത് നിനക്ക് വെളിപ്പെടുത്തി തരാവുന്ന. പത്രോസ് ലേഖനം എഴുതിയെങ്കിലും, യൂദാ ലേഖനം എഴുതിയെങ്കിലും, യോഹന്നാൻ ലേഖനം എഴുതിയെങ്കിലും, ഇന്ന് മനുഷ്യന്റെ ജ്ഞാനമല്ല, സ്വർഗത്തിന്റെ ജ്ഞാനമാ. ഇന്ന് പകല് ഞാൻ വിളിച്ചു പറയുന്നു, സ്വർഗത്തിന്റെ ജ്ഞാനം പ്രാപിച്ചവനെ തകർക്കാൻ ഒരു ശക്തിയും പറ്റത്തില്ല. എത്ര പേര് അതുകൊണ്ട് പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക. സ്വർഗം പറയുക, ആമി സ്വർഗത്തെ വിളിച്ചപേക്ഷിക്കണം. ആത്മാവുള്ളവർ, ഹല്ലേലൂയ, ആത്മാവുള്ളവർ സ്വർഗത്തെ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. എന്നിട്ട് പറയും, എന്നെ, ഇവിടെ പറയുന്ന വാക്ക്, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. അങ്ങനെ സംഭവം ഉണ്ടല്ലേ? ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത, നിനക്ക് വെളിപ്പെടാതെ ഇരുന്നത്, നീ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ കണ്ണിന്റെ കാഴ്ച അങ്ങ് പോവുമെന്ന അല്ലേ? നീ വിചാരിച്ചുകൊണ്ടിരുന്ന ഈ കടവാരം നിന്നെ തകർത്ത് കളയുമെന്ന നീ വിചാരിച്ചുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. അബ്രഹാമിന് 75 വയസ്സായി. സാറായ്ക്ക് ഞാൻ ഇച്ചിരി പ്രായം കുറച്ചൊരു 10 വയസ്സ് കുറച്ചു, 65 വയസ്സുമായി. രണ്ടുപേർക്കും കാര്യം മനസ്സിലായി, ഇനി എന്തുണ്ടാകത്തില്ല, തലമുറ ഉണ്ടാകത്തില്ല. നീ ചിന്തിച്ചുകൊണ്ടിരുന്നു അല്ല, ദൈവം ചിന്തിച്ചുകൊണ്ടിരുന്നേ. ദൈവം ചിന്തിച്ചുകൊണ്ടിരുന്ന നിന്നെ എങ്ങനെ ബഹുജാതികളുടെ പിതാവാക്കാവുന്ന. ഇന്ന് എൻ്റെ കൂടെ ഉള്ളവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാ. കർത്താവ് ചിന്തിച്ചുകൊണ്ടിരുന്ന എന്നാന്നറിയാവോ, ഇവൻ ഇവിടെ ഒന്ന് വിട്ടിറങ്ങിയിട്ട് വേണം ഇവനെ ബഹുജാതികൾക്ക് പിതാവാക്കണം. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനെ ദൈവം ഒരു വിളിയങ്ങ് വിളിച്ചു. എന്നിട്ടും പുള്ളി അവിടെ ഹാരാനിലങ്ങ് പാർക്കുകയാ. എന്നിട്ട് ദൈവം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 13 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം വീണ്ടും ഒരു വിളി, അബ്രഹാമേ എന്ന് വിളിച്ചു. അബ്രഹാം വിളി കേട്ടു. വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചപ്പോൾ പറയുന്നൊരു വാക്കുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12 എടുക്കണ്ട, 1, 2, 3 വാക്യങ്ങൾ വരുമ്പം ദൈവം പറയുക, അവൻ നീ തന്റെ ചാർച്ചക്കാരെ പിതൃഭവനം വിട്ടു നീ ഇറങ്ങി. വിട്ടിറങ്ങിയത് എങ്ങോട്ടാന്നറിയാവോ? നീ ബഹുജാതികൾക്ക് പിതാവാകാൻ പോവുക. നിന്റെ അകത്ത് പിടികിട്ടിയിട്ടില്ല, നീ ഒന്നും പിടികിട്ടില്ല. നിന്നോട് ഇത്രേ പറഞ്ഞുള്ളൂ, നിനക്ക് ഞാനൊരു ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ തലമുറയെ തരും. ഒരു വാഗ്ദത്തം ഇങ്ങനെ വന്ന് അബ്രഹാമിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാ. അബ്രഹാമിനെ ദൈവം അങ്ങ് പെരുപ്പത്താൽ അങ്ങ് പെരുപ്പിച്ചു. ദൈവം അങ്ങോട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങി. ദൈവം ഇവനെ ഈ ഭൂമിയിലൊക്കെ അനുഗ്രഹിക്കുമ്പോഴും ദൈവത്തിന്റെ ലക്ഷ്യം എന്നാന്നറിയാവോ? ഇവനോടൊരു വാക്ക് പറയുക, നീ ബഹുജാതികൾക്ക് പിതാവാകും. അത് വചനം മുന്നോട്ട് കയറി വന്നപ്പോ റോമാലേഖനത്തിനകത്ത് വന്ന 4-ാം അധ്യായത്തിൽ അത് എടുക്കണ്ട. 4-ാം അധ്യായത്തിനകത്ത് വന്നപ്പോ വിശ്വാസത്തിൽ നിൽക്കാതെ വിശ്വാസ പ്രതികൂലമായി ഇരിക്കുമ്പോഴും ശരീരത്തിന്റെ നിർജീവത്വം അറിഞ്ഞിട്ടോ പൗലോസ് വിശ്വാസത്താൽ ശക്തിപ്പെടാൻ തുടങ്ങി. തലമുറയ്ക്കകത്ത് കണ്ടോണ്ടല്ല ഞാൻ ബഹുജാതികൾക്ക് പിതാവാകുന്നു. ഒരുവൻ പറഞ്ഞു, ഇന്ന് പകലെ ആത്മാവിനകത്ത് പറ, നിന്നെ കുറിച്ച് ദൈവം പദ്ധതിയിട്ട സാഹചര്യം നോക്കിയിട്ടല്ല, സാഹചര്യത്തിനപ്പുറം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം, ആത്മാവിനകത്തറിയണം. എന്റെ മേൽ ജ്ഞാനം പകർന്നത്, അവന്റെ ജ്ഞാനം പകർന്ന് നിർത്തിയത്, എനിക്ക് വെളിപ്പെടാതിരുന്നത് സ്വർഗത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞു.
ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതുകൊണ്ടാണ് യേശു പത്രോസിനോട് പറയുക, പത്രോസിനെ വിളിച്ചിട്ട് പറഞ്ഞു, പത്രോസ് വന്ന് യേശുവിന് അരികിൽ വന്ന് നിൽക്കുമ്പോൾ പത്രോസിനോട് പറയുക, നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ പിശാച് നിന്നെ പല പ്രാവശ്യം ഗോതമ്പ് മണി പാറ്റുന്ന പോലെ പാറ്റുവാൻ അനുവാദം ചോദിച്ചോ, ഞാൻ നിന്നെ വിട്ടുകൊടുക്കാതിരുന്നത് നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാനാ. ഇന്ന് പകൽക്കാലം നിന്റെ കരുണ നിന്റെ വിശ്വാസത്തിന്റെ കൂടുതൽ കൊണ്ടൊന്നുമല്ല, ദൈവ കൃപയാ നിർത്തിയിരിക്കുന്നത്. നിന്നെ കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ടാ. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, ദൈവത്തിന് ഞങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ആ കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന പകലിൽ. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയുക, പത്രോസെ, നിനക്കിഷ്ടമില്ലാത്ത നീ വൃദ്ധനായി കഴിയുമ്പോൾ നിനക്കിഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ പിടിച്ചുകൊണ്ട് പോകും. മരണത്തെക്കുറിച്ച് ദൈവം പ്രവചിക്കുക. ഹല്ലേലൂയ. 50-52 വയസ്സ് കാണുമായിരിക്കും പത്രോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ. വാഗ്ദത്തമുള്ളവൻ ഇന്നും പേടിക്കണ്ട കേട്ടോ. വാഗ്ദത്തമുള്ളവൻ, ആത്മാവുള്ളവൻ, സ്വർഗത്തിന്റെ കൃപയുള്ളവൻ ഇന്നും പേടിക്കണ്ട. നിനക്ക് വേണ്ടി ചില വാതിലുകൾ ദൈവം തുറക്കാൻ പോവുക. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. അതുകൊണ്ട് ബൈബിൾ പറയുക, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. കണ്ടോ, ആത്മാവുള്ളവൻ ആരുമായി കണക്റ്റഡായി? ദൈവവുമായി. യേശുവിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ നിറവിൽ ആരുമായി കണക്റ്റഡ് ആകുന്ന യേശു ഏകനായി കല്ലേറ് ദൂരത്തോളം ചെന്ന് മുട്ടുമടക്കി പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇത് കണ്ട് പത്രോസ് അപ്പോസ്തലൻ ഓടി വന്നിട്ട് പറഞ്ഞു, നിന്നെ അവിടെ ഒത്തിരി പേര് അന്വേഷിക്കുക. അപ്പോൾ യേശു പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങളുടെ ഊരുകളിൽ പ്രസംഗിക്കേണ്ടതിന്, നിങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കേണ്ടതിനുമല്ലയോ ഞാൻ ഇവിടെ വന്ന് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാനോ കുരുട്ട് കണ്ണുകളെ തുറക്കുവാനോ എന്നെ സ്വർഗത്തിന്റെ ഒരു അഭിഷേകം എൻ്റെ മേലിട്ടിട്ടുണ്ട്. ഇന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. ആത്മാവുള്ളവൻ സ്വാമി ദേശത്ത് നേടും. ആത്മാവുള്ളവന്റെ മുന്നിൽ പിശാച് കീഴടങ്ങും. ആത്മാവുള്ളവന്റെ തലമുറ അത്ഭുതമാകും. ആത്മാവുള്ളവനെ ദൈവം തമ്പുരാൻ ഉയർത്തും. എത്ര വിശ്വസിക്കുന്നുണ്ട്? ആത്മാവുള്ളവൻ ഇരിക്കാൻ ദൈവം സമ്മതിക്കുന്നത്. ആത്മാവുള്ളവനെ ഇന്ന് പകല്, ആത്മാവുള്ളവനെ ഇന്ന് പകല്, ആത്മാവുള്ളവനെ ദൈവം ഉയർത്തും. എത്ര പേര് വിശ്വാസത്തോടെ? ആത്മാവിനെ തള്ളിക്കളഞ്ഞവൻ നശിച്ചു പോകും, അവന്റെ തലമുറകൾ നശിച്ചു പോകും. പക്ഷെ ആത്മാവുള്ളവനെ ദൈവം ഉയർത്തിക്കൊണ്ടേയിരിക്കുക. നീ ഉയർച്ച തന്നെ പ്രാപിക്കുക, നീ താഴ്ച പ്രാപിക്കത്തില്ല. നീ ഉയർച്ച തന്നെ പ്രാപിക്കുക. ആത്മാവുള്ളവൻ ഇവിടെ പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. എന്നിട്ട് പറയാം, നീ അപ്പൊ ഞാൻ അറിയാത്തൊരു സംഭവം, നീ അറിയാത്തതും മഹത്തായവും അഗോചരമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. കണ്ടോ, പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ മുക്കുവന്റെ ജ്ഞാനമല്ല, യോഹന്നാൻ വെളിപ്പാട് എഴുതുമ്പോൾ ഇവിടെയുള്ള ബുദ്ധിശാലികളുടെ ബുദ്ധിയല്ല, സ്വർഗവാ. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. വെളിപ്പാട് എഴുതിച്ചത് ആരാ? സ്വർഗത്തിന്റെ ജ്ഞാനമാ. യെശയ്യാവിനെ കൊണ്ട് യേശുവിൻ്റെ വരവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യേശുവിനെ കുറിച്ച് എഴുതിച്ചത്. പിടികിട്ടുന്നു നിങ്ങൾക്ക്? ഇന്ന് വരെ മനുഷ്യന് വെളിപ്പെടാത്തത് സ്വർഗം നിനക്ക് വെളിപ്പെടുത്തോ? എത്ര പേര് ആത്മാവിനകത്ത് തിരിച്ചറിയുന്നു? ഇന്ന് തിരിച്ചറിയുന്നവർക്ക് ഞാൻ കർത്താവിനെ യേശുവിൻ്റെ മേൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അല്ല, യെശയ്യാവിൻ്റെ അല്ല, ലൂക്കോസിന്റെ 4:18 വന്നപ്പോൾ യേശു പറയാ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുക, ബദ്ധന്മാർക്ക് വിടുതലും കുരുട്ട് കണ്ണുകൾ കാഴ്ചയും ലഭിപ്പാൻ അവനെന്നെ അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുക എന്ന് പറഞ്ഞ ഭാഗം വന്നിട്ട് യേശു എന്ത് ചെയ്തു? പുസ്തകം അങ്ങ് മടക്കി. കാരണം എന്നാണെന്നറിയോ? പ്രവൃത്തി തുടങ്ങാൻ പോവാ. ഹല്ലേലൂയ. ഇന്ന് വരെ പറഞ്ഞു വെച്ചെങ്കിൽ യേശു പറയുക, ഇവിടെ മുതൽ പ്രവൃത്തി തുടങ്ങാൻ പോവാ. ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കേണ്ടവർക്ക് ഏറ്റെടുക്കുക. ഹല്ലേലൂയ. ഇന്ന് മുതൽ പ്രവൃത്തി തുടങ്ങാൻ പോകുവാന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. യേശു ആ പുസ്തകം മടക്കി വെച്ചു. മർക്കോസിലേക്ക് വന്നേ. മർക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. 27-ാമത്തെ വാക്യം അതിൻ്റെ 21-ാമത്തെ വാക്യം വായിച്ചു. 21.
അവർ കഫർന്നഹൂമിലേക്ക് പോയി. അവർ കഫർന്നഹൂമിലേക്ക് പോയി. ശബ്ബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. അപ്പൊ യേശു ആരെ കുറിച്ച് പ്രസംഗിച്ചു തുടങ്ങുന്നു? യേശുവിന്റെ മേലുള്ള അഭിഷേകം നിങ്ങൾ കണ്ടോ? കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ലൂക്കോസിന്റെ 4 കിടക്കുക. ആരെക്കുറിച്ച് പറയുവാൻ? ദൈവത്തെക്കുറിച്ച് പറയുവാൻ യേശു പറയുക, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യേശു വായിച്ചു. നിങ്ങൾ 1 എത്രയാ വായിച്ചു? 21 കഫർന്നഹൂമിലേക്ക് പോയി. ശബ്ബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ശബ്ബത്തിൽ അവൻ പള്ളിയിൽ ചെന്നു ഉപദേശിച്ചു. ഏതായിരിക്കും ഉപദേശം? നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഏതാണ് ഉപദേശം എന്ന് പറയുന്നത്? മനസ്സിലായോ? ദൈവത്തിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കാൻ തുടങ്ങി. അവന്റെ ഉപദേശത്തിങ്കൽ അവർ വിസ്മയിച്ചു. എന്നിട്ട് വായിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ട്. നമ്മുടെ ഇവിടെ ബുദ്ധിയുള്ളവന്മാരാരാ ഉള്ളേ? ശാസ്ത്രിമാരാ. യേശു പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ട് അത്രേ ഉപദേശിച്ചത്. 23 അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു, നസ്രായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ, ദൈവത്തിന്റെ അഭിഷിക്തൻ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇരുട്ടിന്റെ അധികാരം പിടികിട്ടിയോ? ശാസ്ത്രിമാര് പ്രസംഗിച്ചപ്പം കുഴപ്പമില്ല, ലോകത്തിന്റെ ജ്ഞാനമുള്ളവൻ പ്രസംഗിച്ചപ്പം കുഴപ്പമില്ല. ദൈവത്തിന്റെ കൃപയുള്ളവൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ പിശാച് ഇളകാൻ തുടങ്ങി. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാ. അധികാരത്തിന്റെ ശബ്ദത്തെ ഇന്ന് പകലിൽ പിടികിട്ടുന്നു. ഉടനെ ഇരുളിന്റെ അധികാരമുള്ളവൻ പറയുന്നു, നീ ആരാണെന്ന് ഞങ്ങൾ അറിയുന്നു, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. 25 വാക്യം. യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോ എന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കെ നിലവിളിച്ച് അവനെ വിട്ടുപോയി. അപ്പൊ യേശു പറഞ്ഞ പൊക്കണം, ആത്മാവ് പറഞ്ഞു, ദൈവത്തിന്റെ അഭിഷിക്തൻ പറയുന്നു, ദൈവത്തിന്റെ യേശു പറയുന്നു, ബദ്ധന്മാർക്ക് എന്തുണ്ടാവും? പിശാചിന്റെ ബന്ധനങ്ങൾ ഈ ഉപദേശത്തിങ്കൽ അഴിയപ്പെടാൻ തുടങ്ങും. ഇന്ന് പകൽ ആത്മാവ് കൂട്ടിക്കൊണ്ടുവരുന്ന നിങ്ങളിലേക്ക് 27 വാക്യം പറയുന്നു, എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതെന്ത് ഉപദേശമാണ്? ഇത് പുതിയ ഉപദേശം. അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു അവർ തമ്മിൽ വാദിക്കാൻ തുടങ്ങി. ഇത്രയും നാള് ബുദ്ധിയുള്ള ഉപദേശകന്മാർ ഒത്തിരി ഉണ്ടായിരുന്നു. അവർ പറഞ്ഞുകൊണ്ടിരുന്ന ജ്ഞാനം ആരുടെ ജ്ഞാനമാ? അവർ ലോകത്തിന്റെ ജ്ഞാനമാ. എന്നാൽ യേശു പ്രസംഗിച്ചത് സ്വർഗത്തിന്റെ ജ്ഞാനമാ. ഇന്ന് പകൽക്കാലം അറിയണം, നിങ്ങളെ നടത്തപ്പെടേണ്ടത്, നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടത് സ്വർഗത്തിന്റെ കൃപയാ. എന്ന് പിടികിട്ടിയോ? സ്വർഗത്തിന്റെ കൃപയില്ലാത്തവൻ പലതും തപ്പിപ്പോവും. സ്വർഗത്തിന്റെ കൃപയുള്ളവന് വേണ്ടി ദൈവം നേടി വെക്കണ്ട, നിനക്കുള്ളത് തന്നെ വന്നു ചേരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അനുസരിക്കുക ചെയ്യുന്നു എന്ന് അവർ തമ്മിൽ വാദിച്ചു. അവന്റെ ശ്രുതി ഗലീലയിലെങ്ങും പരന്നു. അനന്തരം യേശു പള്ളിയിൽ നിന്ന് ഇറങ്ങി യാക്കോബും യോഹന്നാനുമായി ശീമോന്റെയും അന്ത്രയോസിന്റെയും വീട്ടിൽ. ഇവർ അടുത്ത പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവരെങ്ങോട്ടാ പോകുന്നത്? യോഹന്നാന്റെ അന്ത്രയോസിന്റെ ഒക്കെ വീട്ടിലേക്ക് വന്നു. അവിടെ ശീമോന്റെ അമ്മാവിയമ്മ പനി പിടിച്ചു കിടന്നിരുന്നു. അവർ അവളെ കുറിച്ച് അവനോട് പറഞ്ഞു, അവക്ക് പനിയായിരിക്കുന്നു എന്ന് യേശുവിനോട് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. വചനത്തിന്റെ ശക്തി പിടികിട്ടുന്നു. ആത്മാവ് നിന്റെ കൂടെ ഇരുന്നാൽ നീ ദേശത്തിനകത്ത് ഒരടയാളമായി മാറും. സ്വർഗത്തിന്റെ കൃപ നിന്റെ കൂടെ ഇരുന്നാൽ, സ്വർഗത്തിന്റെ ശക്തി നിന്റെ കൂടെ ഇരുന്നാൽ, ഇന്ന് പകൽ പറഞ്ഞു നീ ഒരടയാളമാവും. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ തലത്തിനകത്ത് സ്വർഗത്തിന്റെ
സ്വർഗത്തിന്റെ ജ്ഞാനം, അതാ പറയുക സ്വർഗത്തിന്റെ കൃപ, അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ പകരം യേശു അടയാളമാക്കി സ്വർഗം പറഞ്ഞു വാഗ്ദത്തം യേശുവിന്റെ മേൽ റിലീസ് ചെയ്തപ്പോ ഇവിടെ പറയുന്ന കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു. 32-ാമത്തെ വാക്യം, വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതകസ്ഥരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആ പട്ടണമൊക്കെയും വാതിക്കൽ വരുവാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം സ്വർഗത്തിന്റെ അഭിഷേകവും സ്വർഗത്തിന്റെ ആത്മാവ് നിന്റെ മേൽ നിന്നാൽ ഇന്ന് പകൽക്കാലം പറയണം, ഒരു പൈശാചികന്റെ പോരാട്ടമോ ഒരു ദുർശക്തികളോ നിന്നോട് അടുത്ത് വരത്തില്ല. എത്ര പേർ വിശ്വാസത്താൽ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പല പാസ്റ്റർമാരും ഇന്ന് നടന്നുകൊണ്ടിരിക്കുക, ആമേ, ആരാണ് ഏതാണ്ട് ചെയ്തു വെച്ചിരിക്കുന്നത്, അതഴിക്കുന്ന ഏതെങ്കിലും പരിചയമുള്ള ദൈവദാസൻ ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുക. ആമേ, ഇന്ന് പകൽ ആത്മാവിനകത്ത് ഇത് വിളി ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ സഹോദര, വിളി ഉണ്ടെങ്കിലേ അഭിഷേകം വരത്തുള്ളൂ. ഇത് ബൈബിൾ കോളേജിൽ നിന്ന് കിട്ടുന്നതല്ല, സ്വർഗത്തിൽ നിന്ന് മുട്ടങ്കാലം അടക്കി പ്രാർത്ഥിക്കണം ദൈവത്തോട്. ഇന്ന് പകൽ അപേക്ഷിക്കുന്നവർക്ക് വേണ്ടിയാ ദൈവം പ്രവർത്തിക്കുന്നത്. ഇന്ന് പകൽ ദൈവസന്നിധി ജാഗരിക്കുന്നവർക്ക് വേണ്ടിയാ ആത്മാവിനെ പകരുന്നത്. ഇത് ബൈബിൾ കോളേജിന്റെ ജ്ഞാനമല്ല, സ്വർഗത്തിന്റെ വാതിൽ തുറന്നാലേ കിട്ടത്തുള്ളൂ. ഓ, വിശ്വസിക്കുന്നവർ കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുകയാ. പത്രോസിന്റെ മേൽ പകരപ്പെട്ടത്, പൗലോസിന്റെ മേൽ പകരപ്പെട്ടത്, യോഹന്നാന്റെ മേൽ പകരപ്പെട്ടത് സ്വർഗത്തിന്റെ ജ്ഞാനമാണെങ്കിൽ ഇന്ന് ആത്മാവിനകത്ത് വിളിച്ചു പറയുന്നു, ഇതേ പരിശുദ്ധാത്മാവിനെ അത്രേ നിങ്ങളുടെ മേൽ തന്നിരിക്കുന്നത്. യേശു പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ ഇറങ്ങി പുറപ്പെടുവി, രോഗികളെ സൗഖ്യമാക്കി, ഭൂതകസ്ഥരെ വിടുവിക്കുവി, മരിച്ചവരെ ഉയർപ്പി, ദാനമായി കിട്ടിയത് ദാനമായി കൊടുപ്പീൻ. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? എത്ര പേർ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്? ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുന്നതിനെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ദൈവം ചെയ്യുന്നതിനെ തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം പറയുക. അഭിഷേകം നിങ്ങളുടെ മേൽ ദൈവം തന്നിരിക്കുക. അടുത്തത് 36-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 10-ാം അധ്യായം 36-ാമത്തെ വാക്യം പറയും, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത എന്ത് ചെയ്യണം? ഹലോ, എന്റെ കൂടെ ഇല്ലല്ലോ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. യേശു ചെയ്ത ആരുടെ ഇഷ്ടമാ? നിങ്ങളെ യേശുവിനെ കൂടെ ഞാൻ കൂട്ടിക്കൊണ്ട് വരുന്നേ. പിടികിട്ടിയോ? ആരുടെ ഇഷ്ടം? യേശു ചെയ്തു, പിതാവേ എൻ്റെ ഇഷ്ടമല്ല. പിടികിട്ടിയോ? ആരുടെ ഇഷ്ടം ചെയ്യണം? വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ സ്റ്റേജ് തോട് നടന്ന് പ്രസംഗിച്ച ഒന്നും വാഗ്ദത്തം കിട്ടത്തില്ല. അക്കരദേശത്തൊരു ഭവനം പണിയുന്നുണ്ടെങ്കിൽ, കർത്താവിനെ മുഖാമുഖം കാണണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനെ അങ്ങോട്ട് പോകുള്ളൂ. ഇവിടെ അമേരിക്കയെ പ്രസംഗിച്ചാലും, ലണ്ടനിൽ പ്രസംഗിച്ചാലും, മാതോര പ്രസംഗിച്ചാലും, കാറ് മേടിച്ചാലും, ബംഗ്ലാവ് മേടിച്ചാലും അക്കരയ്ക്ക് പോകത്തില്ല. അക്കരയ്ക്ക് പോകണമെങ്കിൽ തമ്പുരാൻ്റെ ഇഷ്ടം നീ ചെയ്യണം. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാത്ത ഒന്നും അങ്ങോട്ട് കിടക്കത്തില്ല. ഇവിടെ പറയും ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ. യേശു ഒരു വാഗ്ദത്തം ചെയ്തു. പത്രോസിനും യോഹന്നാനും പൗലോസിനും യോഹന്നാനും ഒക്കെ ഇരിക്കുമ്പോ യേശു അവരുടെ മധ്യത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് അങ്ങ് പോയെന്ന് 2 ദൂതന്മാർ ഇറങ്ങി വന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആരെ നോക്കിയിരിക്കുന്നു? ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവൻ പോയതുപോലെ വീണ്ടും മടങ്ങി വരും. എന്തിനു വേണ്ടി? എന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിന് നിവർത്തീകരണം. ഹല്ലേലൂയ. അത് ആ വാഗ്ദത്തത്തെ തിരിച്ചറിഞ്ഞ പൗലോസ് പറയുക, ഈ ഭൂമിയിൽ ലഭിക്കപ്പെടുന്നൊക്കെ ചപ്പെന്നും ചവറെന്നും ഞാൻ എണ്ണും. പിടികിട്ടിയോ? എനിക്കെന്റെ അപ്പനൊരു ഭവനം പണിതുകൊണ്ടിരിക്കുക. ആ ഭവനത്തിന്റെ പൂർത്തീകരണം സംഭവിക്കുമ്പോൾ
എന്നെ കൊണ്ടുപോവാൻ എൻ്റെ സഹോദരൻ വരും. ഇതാ വാഗ്ദത്തം. ഇവിടെ അമേരിക്കയ്ക്ക് പോകുന്ന നല്ല വാഗ്ദത്തം, ലണ്ടനിൽ പോകുന്ന നല്ല വാഗ്ദത്തം. ഇവിടെ ഒരൊറ്റ വാഗ്ദത്തം കർത്താവ് പറഞ്ഞു, നിന്നെയും ഞാൻ ഉയർപ്പിക്കും. ആമ ഇന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ദൈവ ഇഷ്ടം ചെയ്ത്. പിടികിട്ടിയോ? ഇവിടെ അവിടെ ഇവിടെയല്ല എന്നേലൊക്കെ പാട്ടൊക്കെ പാടി കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി വലിയൊരു വീടൊക്കെ വെച്ച് 2 സ്തോത്രം പറഞ്ഞാൽ ഒന്നും ഈ സൂത്രം അങ്ങോട്ട് പോകത്തില്ല. ഇതിവിടം കൊണ്ട് അവസാനിക്കും. അക്കരയ്ക്ക് പോണമെന്ന് വരിക, വിശ്വസ്തനായി ദൈവസന്നിധി നടന്ന് നീ വെളിപ്പെടുത്തണം. അബ്രഹാം ദൈവസന്നിധി നടന്ന് വെളിപ്പെടുത്തിയപ്പോൾ അബ്രഹാമിന്റെ തലമുറ ഒരു അനുഗ്രഹമായി മാറി. നീ നടന്ന് വെളിപ്പെടുത്താത്തോളം കാലം നിനക്കിവിടെ പണം ഉണ്ടാക്കാൻ പറ്റും. അതിന് ഒത്തിരി മാർഗങ്ങളുണ്ട്. ഇവിടെ സമ്പാദിക്കാൻ പറ്റും. അതുകൊണ്ട് നീ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറയരുത്. അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് തിരിച്ചറിയുന്നത് സ്വർഗത്തിൽ ദൈവത്തിന്റെ കൃപ നിന്റെ കൂടെ ഇരിക്കുമ്പോഴാ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് പറയുന്നത്, ദൈവ ഇഷ്ടം ചെയ്തിട്ട് എന്ത് ചെയ്യണം? വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത കാണിക്കണം. കണ്ടോ, ചിലരെല്ലാം ഞോണ്ടും, ചിലരെല്ലാം അപവാദം പറയും, ചിലരെല്ലാം നിന്നെ കരയിക്കും. എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് എന്നാ ഒരു സന്തോഷമില്ല പോന്നേ? സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നിനക്കെതിരായി സംസാരിച്ച നിന്റെ പ്രാണസഖി നിന്റെ ഏറ്റവും സ്നേഹിതനുമായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് ആലയത്തിലേക്ക് പോയെന്നാ പറഞ്ഞേ. എന്നിട്ടും യേശുവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോകുമ്പോൾ സൗഖ്യമാക്കിയവർ വരെ വിളിച്ചു പറഞ്ഞു, ഇവനെ ക്രൂശിക്കുക. പക്ഷെ സ്വർഗം നിനക്ക് വേണ്ടി ഒരു വാഗ്ദത്തം വെച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നു, വാഗ്ദത്തം പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? സഹിഷ്ണുത കാണിക്കണം. പൗലോസ് സഹിഷ്ണുത കാണിച്ചു. എൻ്റെ കുഞ്ഞെ, വിശ്വാസത്തിൽ നിൽക്കാൻ ഇച്ചിരി പാടാ, ഇച്ചിരി വങ്കപ്പാടാ, ഇച്ചിരി പ്രയാസമാ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വീട്ടിൽ ഭക്ഷണത്തിന് അരിയില്ലാത്തപ്പോഴും ഉള്ള പൈസ കൊണ്ട് ആരാധനയ്ക്ക് വന്നൊരു കൂട്ടം എൻ്റെ കൂടെ നേരത്തെ ഉണ്ടായിരുന്നു. ഏത് സാഹചര്യങ്ങൾ, വീടിനകത്ത് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഞങ്ങളെല്ലാം ഞെരുക്കത്തിൽ കൂടെ പോയിട്ടിരുന്ന കാലമാ. ഞെരുങ്ങിയാണെങ്കിലും ഒരൊറ്റ ഞായറാഴ്ച ആരാധന മുടക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ല. ഒരെണ്ണം ആരാധന മുടക്കത്തില്ല. ഇന്ന് മുടക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ളൊരു കൂട്ടമാണ്. അതിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവ ഇഷ്ടം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സഹിഷ്ണുത കാണിക്കണം. വാഗ്ദത്തം ചുമ്മാ അങ്ങ് കിട്ടത്തില്ല. നിനക്ക് നിന്റെ മക്കൾക്കും കുറെ പ്രസംഗം കേട്ടെന്നോ കൈയടിച്ചെന്നോ തുള്ളിച്ചാടിയെന്നൊന്നും പറഞ്ഞാൽ കിട്ടത്തില്ല. കുറച്ചെല്ലാം അനുഭവിക്കേണ്ടി വന്നാലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കർത്താവിനെ മുഖാമുഖം കണ്ടെങ്കിൽ മാത്രമേ എന്നെ എവിടുന്ന് എൻ്റെ ദൈവം വിളിച്ചെന്നോ എന്നെ നടത്തുന്ന വഴി ഞാൻ തിരിച്ചറിഞ്ഞെങ്കിലേ ഇന്ന് പകലും വിശ്വസിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കർത്താവിനെ എനിക്ക് മുഖാമുഖം കാണാൻ പറ്റും. ഹല്ലേലൂയ. ഇവിടെ പറയും, ദൈവ ഇഷ്ടം ചെയ്യണം. എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? സഹിഷ്ണുത കാണിക്കും. നിങ്ങൾക്ക് ആവശ്യം. എന്നിട്ട് പറയാ, ഇനി എത്രയും അല്പം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. കണ്ടോ, വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. ഞാനതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, യേശു വന്നു പോയി കഴിഞ്ഞാലും ദുഃഖവെള്ളിയും പെസഹായും ഉയർപ്പെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. കർത്താവിൽ മരിച്ച വൃദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കാം. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? അപ്പൊ നമ്മുടെ മേൽ ആത്മാവിനെ പകർന്നിരിക്കുന്ന എന്ത് ചെയ്യാൻ വേണ്ടിയാ? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. യേശു പറഞ്ഞു, എന്നെ ചെയ്യാൻ വേണ്ടിയാ യേശു പറഞ്ഞു, ബദ്ധന്മാർക്ക് വീടുകളും കുരുട്ട് കണ്ണുകൾ തുറക്കാനും എല്ലാം എന്ത് ചെയ്തിരിക്കുക? എന്നെ അഭിഷേകം ചെയ്തു. ആരുടെ ഇഷ്ടം ചെയ്യുവാൻ? ദൈവത്തിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ അവൻ എന്നെ എന്ത് ചെയ്തിരിക്കുക? അഭിഷേകം ചെയ്തിരിക്കുന്നു പറഞ്ഞു. എബ്രായ ലേഖനം 6-ാം അധ്യായം 15-ാമത്തെ വാക്യം വേഗത്തിലെടുത്തു. 6-ാം അധ്യായം 15-ാമത്തെ വാക്യം. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. കണ്ടോ, ദീർഘക്ഷമയോടെ യേശുവിന്റെ വരവിനായി ഒരുക്കപ്പെടുന്നവരായി മാറണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരാധന ഉപേക്ഷയായി വിചാരിക്കല്ലേ.
ഉപേക്ഷയായി വിചാരിക്കില്ലേ. നിങ്ങളുടെ അകത്തറിയണം ഈ കർത്താവ് വരുമെന്ന്. എന്തുകൊണ്ട് ഇവിടെ പറയുന്ന വാക്ക് നോക്കിയാൽ, അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. അപ്പൊ ഈ അപ്പോസ്തലന്മാരെല്ലാം കാത്തിരുന്നത് എന്നാണെന്നറിയോ? ഈ വാഗ്ദത്തത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയാ. അവർക്ക് മരണത്തെ പോലും ഭയമില്ലാതിരുന്നതിന്റെ കാരണം യേശു കർത്താവ് അവരോട് പറഞ്ഞ വാഗ്ദത്തത്തെ കാത്തിരിക്കുകയാ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് പെട്ടെന്ന്, ലൂക്കോസിന്റെ സുവിശേഷം 2-52 വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 2-52 വാക്യം. 2:50. ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും. യേശുവോ ആരുടെ ഇഷ്ടം ചെയ്തവൻ? യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും. കണ്ടോ, ജ്ഞാനം വരുന്നത് എവിടുന്നാ? യേശുവോ ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലേക്ക് വന്നു. ആരുടെ ഇഷ്ടം ചെയ്യാൻ വന്നപ്പോ? ദൈവ ഇഷ്ടത്തിലേക്ക് വരുമ്പോൾ സ്വർഗം നിങ്ങളുടെ മേൽ നിൽക്കും. ഇന്ന് പകൽ പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുടെയും പ്രവൃത്തി വെളിപ്പെടാതിരിക്കുന്നതിന് കാരണം ദൈവ ഇഷ്ടത്തിൽ വരാത്തോണ്ടാ. ദൈവ ഇഷ്ടത്തിലേക്ക് ഒരുത്തൻ കടക്കാൻ തയ്യാറായെങ്കിൽ അവന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. സ്തോത്രം പിടിക്കണോ? ദൈവത്തിന് വേണ്ടി ഒരുവൻ ഇടം കൊടുക്കാൻ റെഡിയാണെങ്കിൽ അവന് വേണ്ടി ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യാം. എലീശ പ്രവാചകന് ചുറ്റും ആരാമ്യ സൈന്യം ഇറങ്ങി കൊല്ലുവാൻ നിൽക്കുമ്പോൾ ബാല്യക്കാരൻ വന്ന് എലീശയോട് പറയും, യജമാനനെ, നമുക്ക് ചുറ്റും ആരാമ്യ സൈന്യം ഇറങ്ങി, നമ്മളെ രക്ഷിക്കാൻ ആരുമില്ല. എലീശ പറയുന്നു, അവരിലുള്ളവരെക്കാൾ കൂടുതൽ നമ്മുടെ കൂടെയുണ്ട്. നിനക്കൊരനർത്ഥവും വരാതിരിക്കേണ്ട സ്വർഗത്തിൻ്റെ പദ്ധതിയാ. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കാതിരിക്കേണ്ട സ്വർഗത്തിൻ്റെ പദ്ധതിയാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ നിനക്ക് ചുറ്റും ദൂതന്മാർ കാവലായി ഇറങ്ങും. നിന്റെ കാൽ കല്ലിത്തട്ടിപ്പോകാൻ അവൻ അനുവദിക്കത്തില്ല. ഇന്ന് പകൽ നിന്റെ തലമുറകൾ നഷ്ടപ്പെട്ടു പോരാൻ അനുവദിക്കത്തില്ല. കാരണം എന്നാ, നീ എനിക്കുള്ളവനാകയാൽ. കാരണം ദൈവം പറയും, അവൻ നിന്നെക്കുറിച്ച് പറയുന്നു, നീ എനിക്കുള്ളവനാകയാൽ, നീ ദൈവ ഇഷ്ടം ചെയ്യുന്നവനാകയാൽ, നീ വാഗ്ദത്തത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവനാകയാൽ നീ നഷ്ടപ്പെട്ടു പോകാൻ സ്വർഗം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, 2 പേർ ദൈവസന്നിധി കടന്നു വന്നു. ഒരുത്തൻ പരീശനായിരുന്നു, ഒരുവൻ ചുങ്കക്കാരനായിരുന്നു. പരീശൻ വന്നിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ സന്നിധി എന്നിട്ട് പറഞ്ഞു, ആഴ്ചയിൽ 2 ദിവസം ഞാൻ ഉപവസിക്കുന്നവനാണ്. എല്ലാത്തിനും ഞാൻ പ്രസാരം കൊടുക്കുന്നവനാണ്. അമീൻ. എല്ലാം ദൈവത്തോട് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ലായിക ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ചുങ്കക്കാരൻ സ്വർഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അങ്ങയുടെ മുഖത്തേക്ക് പോലും നോക്കുവാൻ എനിക്ക് യോഗ്യതയില്ലെന്ന് മാറത്തടിച്ചപ്പോ ദൈവം അവനെ നീതീകരിച്ചെങ്കിൽ ഇന്ന് പകലിൽ അറിഞ്ഞോണം, ദൈവസന്നിധി നിന്നുകൊണ്ട് പ്രതികൂലത്തിന്റെ മുന്നിലും കഷ്ടങ്ങളുടെ മുന്നിലും ദൈവത്തെ തള്ളിപ്പറയാതെ വിശ്വസ്തയോടെ നിൽക്കുന്നവനാണെങ്കിൽ നിന്റെ കുടുംബവും നീയും ഒരു അനുഗ്രഹമായി ദേശത്ത് മാറുക തന്നെ ചെയ്യുക. നിനക്ക് വേണ്ടി പുതുവഴികളെ ദൈവം ഒരുക്കോ. സ്വർഗം എന്ന് വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി വാതിലുകളെ തുറക്കുവാൻ അവൻ സർവശക്ത. ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ. ഇന്ന് പകൽ പറയും, ദൈവത്തിൽ എന്ത് ചെയ്യണം? ദൈവ ഇഷ്ടം ചെയ്യണം. യേശുവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരാളിലേക്ക് കൂടെ ഞാൻ വന്ന് പ്രാർത്ഥിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 39 വാക്യം വായിച്ചു. സമയത്തിന് കുറവാ. നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ. യേശുക്രിസ്തുവിന്റെ ജനനത്തിനു മുമ്പ് മറിയയുടെ മുന്നേ ദൈവത്തിന്റെ ദൂതൻ വന്നു. ദൂതൻ വന്നിട്ട് പറഞ്ഞു, നീ ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. വാഗ്ദത്തമൊക്കെ പറഞ്ഞു. മറിയ എന്നൊരു എടുത്ത വായിക്ക് ചോദിച്ചു, ഒരു പുരുഷനെ അറിയാൻ ഇതെങ്ങനെ സംഭവിക്കും? ഉടനെ മറിയ എടുത്ത ദൂതൻ പറയും, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് പറഞ്ഞു. മറിയ എന്ത് ചെയ്തു? ദൈവത്തിന് അപ്പം പറഞ്ഞു, ഞാൻ അങ്ങയുടെ ദാസിയെ അങ്ങയുടെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെന്ന് പറഞ്ഞു. ആർക്ക് ഏൽപ്പിച്ചു കൊടുത്തു? യേശുവിൽ വന്നു, നിങ്ങളിൽ വന്നിട്ട് പറയാ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് ആരേൽപ്പിച്ചു?
ഇന്ന് പകലറിയാം, ദൈവ ഇഷ്ടത്തിൽ നിൽക്കുന്നവൻ അനുഗ്രഹവും അല്ലാത്തവൻ ശാപവുമാണ്. വിശ്വാസത്തിനാ രക്ഷിക്കപ്പെട്ടവരോട് ഞാൻ പറയുന്നേ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നിൽക്കുന്നവൻ എന്താണ്? അനുഗ്രഹവും അല്ലാത്തവൻ ശാപവും. എത്ര നിങ്ങൾ കൊട്ടിപ്പാടിക്കോ അനുഗ്രഹത്തിൽ വരത്തില്ല. ഇവിടെ പറയുന്നു, മറിയ എന്ത് ചെയ്തു കൊടുത്തു? ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവളോട് പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരിയായ അമ്മ എലിസബത്ത് എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചില്ലേ, അവക്കിത് എത്രാം മാസമാ? അവക്കിത് 6ാം മാസമാ. പിടികിട്ടിയോ? അവക്കിത് 6ാം മാസമാ. അപ്പൊ ഈ പുള്ളിക്കാരത്തി മറിയ എന്ത് ചെയ്യുന്നറിയോ? 39 വാക്യം വന്നോ മറിയ പറയുക. മറിയ എങ്ങോട്ടാ പോകുന്നേ? ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ, ഇവിടെ ഐറഞ്ചി പോകുന്ന പോലെ പോവുക. മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്നു. കണ്ടോ ഇവളെങ്ങനെ പോയേ? ബന്ധപ്പെട്ട്. ഈ ബന്ധപ്പെട്ട് ഇറങ്ങിയ ഒരാളുണ്ട്. നിങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ടോ? സക്കായി കാട്ടത്തിയിൽ നിന്ന് ബന്ധപ്പെട്ടിറങ്ങി. ഈ ബന്ധപ്പെട്ടിറങ്ങിയവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആമീ. ചിലയിടത്തു നിന്ന് ഇറങ്ങി വരണം ഇച്ചിരി ബന്ധപ്പാടൊക്കെ ഉണ്ട്. ബന്ധപ്പാട്ട് ഇറങ്ങി വരുന്നവരുടെ കൂട്ടത്തിൽ കർത്താവ് കാണും. അതിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. മറിയ എഴുന്നേറ്റു മലനാട്ടിലെ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. 40ാമത്തെ വാക്യം. സക്കറിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ നിന്ന് തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. കണ്ടോ അവിടെ നോക്കണേ, ഇവര് രണ്ടുപേരുടെ സംഭവം ആരുടെ ഇഷ്ടമാ നടന്നുകൊണ്ടിരിക്കുന്നേ? പിടികിട്ടുന്നു? നിങ്ങളുടെ അകത്ത് പോകുന്നുണ്ടോ? മറിയ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തപ്പം ദൈവത്തിന്റെ വിത്ത് മറിയയുടെ ഉദരത്തിൽ. എലിസബത്തും സക്കറിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. യോഹന്നാൻ ഗർഭപാത്രത്തിൽ എലിസബത്തിനകത്ത് കിടക്കുന്നു. ഈ മറിയ ചെല്ലുന്ന കാര്യം ആർക്കറിയത്തില്ല. ഇന്നാണ് ഇപ്പൊ ഫോൺ എടുത്ത് പറയണേ, എലിസബത്ത് എന്നാ ഉണ്ട് വിശേഷം? ദൂതൻ ഇന്ന് ഇവിടെ വന്നായിരുന്നു, നിന്റെ അടുത്തെങ്ങാനും വന്നായിരുന്നു, എന്തെല്ലാം കാര്യം. പക്ഷെ അന്നത്തെ കാലത്ത് ഇതൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെങ്കിൽ ഈ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് ആര് ചെല്ലുക? മറിയ നിങ്ങളുടെ അകത്തുനിന്ന് കിടക്കാനാണ് ഞാൻ ഇത്രയും കൊണ്ടുവരുന്നേ. ഈ സമയം എലിസബത്തിനെ കണ്ടപ്പോൾ, ഇവരുടെ ചാർച്ചക്കാരിയാണേ, എലിസബത്തിനെ കണ്ടപ്പോൾ മറിയ എന്ത് ചെയ്തു? ഒരു വന്ദനം അങ്ങ് ചൊല്ലി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിലിരുന്നുള്ളി. എലിസബത്ത് ആത്മാവിനകത്തങ്ങ് നിറഞ്ഞു. ഇന്നലെ വരെ വെളിപ്പെടാത്ത എലിസബത്തിന്റെ വായിലോട്ട് വരിക. ഇന്നലെ വരെ എലിസബത്തിന് വെളിപ്പെടാതിരുന്നത് ആ സമയം പരിശുദ്ധാത്മാവ് വെളിപ്പെടുക. ഉച്ചത്തിൽ അവൾ വിളിച്ചു പറഞ്ഞു, കൊച്ചേ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കും. ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ? കണ്ടോ, നിങ്ങളുടെ അകത്ത് പറഞ്ഞു. ആത്മാവ് ഒരുവനോട് വെളിപ്പെടുത്തുമ്പോ മറഞ്ഞിരിക്കുന്നതിനെ ദൈവം കൊണ്ടുവരും. ഇന്ന് പകൽക്കൽ ആത്മാവ് ഒരുവനോട് കൂടെ നിൽക്കാൻ തുടങ്ങിയാൽ നീ കാണാത്ത ചില കാര്യങ്ങൾ ആത്മാവ് വെളിപ്പെടുത്തും. മാമി മറിയ ചിന്തിക്കാത്തതോ അവ എലിസബത്തിന്റെ വായിക്കൂടെ സ്വർഗം പറഞ്ഞെങ്കിൽ ഇന്ന് പകലിൽ അറിഞ്ഞോ, നീ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ ആത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരാൻ പോവുക. ഇവിടെ പറയുന്നു, നീ അനുഗ്രഹിക്കപ്പെട്ടത്, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടത്. മറിയ ഗർഭിണിയാണെന്ന് പോലും എലിസബത്തിന് അറിയത്തില്ല. ഇന്നലെ ഞാൻ രാത്രി ഇന്ന് പ്രാർത്ഥിക്കാനുണ്ട്. കർത്താവ് ഇങ്ങനെ പറഞ്ഞേ, അറിയാത്തതിനെ വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ എന്ന് പറയുന്നു. ഇന്നലെ 43ാമത്തെ വാക്യം പറയുക, എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്നു. മാനം എനിക്ക് എവിടെ നിന്നും? എവിടുന്ന് എലിസബത്തിന് ഇത് പിടികിട്ടുന്നേ? ഇത് കർത്താവിന്റെ അമ്മയാണെന്നും ഇവിടെ ഉദരത്തിൽ കിടക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനാണെന്നും എലിസബത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ
ഇന്ന് ഞാൻ വിളിച്ചു പറയുന്നു, ലോകത്തിൻ്റെ ജ്ഞാനമല്ല നിങ്ങളുടെ മേൽ ദൈവം പകർന്നത്, ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല നിങ്ങളുടെ മേൽ പറയുന്നത്. ഇത് പകലിൽ ആത്മാവ് ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ, ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ, അവൻ ദൈവ ഇഷ്ടം ചെയ്യുന്നവന്റെ കൂടെ ഇരിക്കുന്നതാ പരിശുദ്ധാത്മ ശക്തി. ഇവിടെ പറയുന്നു, മാതാവ് അടുക്കൽ വരുവാൻ മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? എന്നിട്ട് പറയാ, നിന്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. 45-ാമത്തെ വാക്യം പറഞ്ഞു, കർത്താവ് തന്നോട് അരുളിച്ചതിന് നിവൃത്തി ഉണ്ടാവുമെന്ന് വിശ്വസിച്ച പെങ്കൊച്ചേ, നീ ഭാഗ്യവതിയാ. ദൈവം പറഞ്ഞതിനെ നെഗറ്റീവാക്കാതെ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ വിശ്വസിക്കാൻ റെഡിയായവൾ, നീ ഭാഗ്യവതിയാ. ഇന്ന് പകലിൽ ആത്മാവിനകത്ത് പറയാ, ദൈവം പറഞ്ഞതിനെ വിശ്വസിച്ചുകൊണ്ട് ആമി പ്രതികൂലത്തെ നോക്കാതെ ദൈവസന്നിധി വിശ്വസ്തയോടെ നിന്നാൽ നിന്നോട് ആത്മാവിന് ഒന്നേ പറയാനുള്ളൂ, നീ ഭാഗ്യമുള്ളവളാ, നിന്റെ തലമുറ ഭാഗ്യമുള്ളവളാ, നീ ഒരു അനുഗ്രഹമായി മാറ്. ഇന്ന് കാണുന്ന പ്രതികൂലത്തെ കണ്ടോണ്ടല്ല ഓടേണ്ടത്, ഈ പ്രതിസന്ധിയെ കണ്ടോണ്ടല്ല ഓടേണ്ടത്. നിന്നെ കുറിച്ച് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് പറഞ്ഞെന്ന് ഇന്ന് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, മറിയയുടെ അകത്തൊരു പിടികിട്ടി അവൻ എലിസബത്തിന്റെ മേൽ വെളിപ്പെടുത്തി കൊണ്ടുവരുന്നത്, എന്നെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നത് സ്വർഗത്തിലെ ദൈവം എന്ന് പറഞ്ഞിട്ട് പറയുക. അപ്പോൾ മറിയ പറഞ്ഞു, എന്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ പ്രതീക്ഷിച്ചതല്ല ദൈവം എനിക്ക് വെളിപ്പെടുത്തിയത്, ഈ ഞാൻ പ്രതീക്ഷിക്കാത്തത് ദൈവം എനിക്ക് വെളിപ്പെടുത്തുന്നെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവിനകത്ത് വിളിച്ചു പറ, ആത്മാവ് ഒരുവന്റെ മേൽ പകരപ്പെട്ടാൽ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം എനിക്ക് സ്വർഗത്തിലുണ്ട്. അത് സദ്യ മജ്ജകളെ വേർപെടുത്തുവോളോ അത് തുളച്ചു കയറുന്നത്, അവന് വെളിപ്പെടാത്ത ഒന്നുമില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാ, ആത്മാവുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക, ആത്മാവിന്റെ ശക്തി ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. ആത്മാവിന്റെ കൃപയ്ക്കകത്ത് നിൽക്കുന്നവര് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയാ, ആമി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവർ, ദൈവ ഇഷ്ടം ചെയ്യുന്നവരുടെ കൂടെ ഓ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നിന്നെ തകർക്കാൻ ആത്മാവിന്റെ വാഗ്ദത്തം ഉണ്ടെങ്കിൽ നിന്നെ തകർക്കാൻ ഏത് ശക്തി വിചാരിച്ചാലും നടക്കത്തില്ല. ദൈവത്തിൻ്റെ ദൂതനിറങ്ങും. യേശുവിൻ്റെ ജനനം മറിയത്തിൻ്റെ ഉദരത്തിൽ വരിക്കുമ്പോൾ ഹെരോദാവ് പദ്ധതിയിട്ടു, ഓമി ലോകത്തിൻ്റെ രക്ഷകൻ ജനിച്ചിട്ടുണ്ട്, കൊന്നുകളയണമെന്നൊരു പദ്ധതിയിട്ടു. ആമി അത് വായിക്കണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ വാക്യം പറയുക, ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചുപോയി. കണ്ടോ, യേശുവിനെ കൊല്ലണമെന്ന് പദ്ധതിയിട്ടവൻ മരിച്ചുപോയി. വാഗ്ദത്തത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞു, അഭിഷേകത്തിന്റെ ശക്തി. നിനക്കെതിരായി എഴുന്നേറ്റ് വരുന്നവൻ കടപുഴകി വീഴുന്നത് നിന്റെ മുൻപിൽ തന്നെ വരും. ഇന്ന് പകൽ ദൈവം നിന്നെ കുറിച്ചൊരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ കുറിച്ചൊരു വാഗ്ദത്തം ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം അറിഞ്ഞു, ഒരു മന്ത്രവാദിക്കോ ഒരു ആഭിചാരക്കാരനോ അല്ലെങ്കിൽ ലോകത്തിലെ ഒരു ശക്തിക്കും അതിനെ തകർക്കാൻ പറ്റത്തില്ല. യേശുവിനെ കുറിച്ച് ലോകത്തിന്റെ ദൈവത്തിന് പറഞ്ഞു, അവൻ ലോകത്തിന്റെ രക്ഷകനാണെന്ന്. അവൻ മറിയോട് പറഞ്ഞു, അവൻ ലോകത്തിന്റെ രക്ഷകനാണ്, അവൻ യേശു എന്ന പേരാണ്. ഹെരോദാവേ, നീ എത്ര പണിപ്പെട്ടാൽ ദൈവ ഇഷ്ടം ചെയ്തൊരു ഒരു സ്ത്രീ നിൽക്കുക, ദൈവത്തിന്റെ ഇഷ്ടം നോക്കി, ദൈവത്തിന്റെ ഇഷ്ടം നോക്കിയിട്ട് ഒരു സ്ത്രീ നിൽക്കുക, ദൈവത്തിന് വേണ്ടി കൊടുത്തെങ്കിൽ അവരുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് ദൈവ ഇഷ്ടപ്രകാരമാ. ഹെരോദാവേ, നിനക്ക് തൊടാൻ പറ്റത്തില്ല, നീ ഒടുങ്ങും, പക്ഷെ അവൻ ജീവിക്കുന്നവനായി മാറും. ഇവിടെ നോക്കിക്കേ, ഹല്ലേലൂയ. കുഞ്ഞിന് ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയത് കൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയുമായിട്ട് കൂട്ടിക്കൊണ്ടുപോയി ഇസ്രായേൽ ദേശത്തേക്ക് പോയിക്കൊള്ളുവാൻ ദൈവത്തിന്റെ ദൂതൻ പറയുന്നെങ്കിൽ, നിന്നെ തടയാൻ നിൽക്കുന്ന, നിന്റെ ശുശ്രൂഷയെ തടയാൻ നിൽക്കുന്ന, നിനക്കെതിരായി നിൽക്കുന്ന ചില ശക്തികളുണ്ടെങ്കിൽ ഇന്ന് ആത്മാവിനകത്ത് വിളിച്ചു പറയാ, അവർ ഒടുങ്ങും, തമ്പുരാൻ നിന്നെ ഉയർത്തോ. നിനക്കെതിരായി വരുന്നെങ്കിൽ, നിനക്കെതിരായി കുറെ ഭാവി പ്രതികൂലം കൊണ്ടിടുന്നുണ്ടെങ്കിൽ, നീ ദൈവ ഇഷ്ടം ചെയ്യുന്നവനാണെങ്കിൽ, നിനക്കെതിരായി ഇന്ന് എഴുന്നേറ്റവർ അധികം കാലം നിന്റെ മുന്നിൽ നിൽക്കത്തില്ല, അവൻ ഒടുങ്ങും. നീ ശുശ്രൂഷയിൽ എഴുന്നേക്കോ. ആത്മാവുള്ളവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ദൈവ ഇഷ്ടം ചെയ്യുവാൻ ഒരുവൻ നിൽക്കാൻ റെഡിയാണെങ്കിൽ, നിനക്കെതിരായി ഏത് മന്ത്രവാദി ചെയ്താലും, ഏത് അഭിചാരക്കാരൻ ചെയ്താലും അധിക കാലം മുന്നോട്ട് പോകത്തില്ല. അവൻ ഒടുങ്ങുമ്പോ തമ്പുരാൻ നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുക. നിന്റെ മേൽ ദൈവത്തിന് വാഗ്ദത്തമുണ്ട്, ദൈവത്തിന് വാഗ്ദത്തമുണ്ട്. ഇന്ന് ചില പ്രതികൂലത്തിൽ
കൂടെ നീ പോയാൽ, ചില പ്രശ്നത്തിൽ കൂടെ പോയാൽ, ദൈവം നിന്നെ കുറിച്ച് ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ചോ, ആ പദ്ധതി നിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയോ, നിനക്കൊരു പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി തരാൻ പോകുകയോ. എത്ര പേർ വിശ്വാസത്തോടെ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി തരുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഇന്ന് പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞോണം. ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്ന് ഞാൻ ഈ പറഞ്ഞേ, ആത്മാവുള്ളവൻ എന്ത് ചെയ്യണം? ദൈവ ഇഷ്ടം ചെയ്യണം. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെടും, ചെയ്യാത്തവൻ ശപിക്കപ്പെടും. സന്തോഷം വരുന്നുണ്ടോ? ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചിട്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നുണ്ടെങ്കിൽ നീ അനുഗ്രഹമാണ്. നീ ഒന്നിനും വേണ്ടി ഓടണ്ട. കാക്ക റെഡിയാ. സറാവത്ത് നിനക്ക് ഒരുക്കിയിട്ടുണ്ട്. പടക് നിന്നെ നിറയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നീ ഒന്നും ചിന്തിക്കണ്ട. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ നീ റെഡിയാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഒരാമയും വരുന്നില്ല, സഭയ്ക്കകത്തൊരാമയും വരുന്നില്ല. ദൈവ ഇഷ്ടം എത്ര പേര് പറയും? ദൈവ ഇഷ്ടം ചെയ്യാൻ റെഡിയാണെങ്കിൽ നീ ഒരു അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നു. ഒറ്റ വാക്യം വായിച്ച് ഞാൻ പ്രാർത്ഥിക്കും. യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം പറയുക. 1 യോഹന്നാൻ 5-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവന്റെ ഇഷ്ടപ്രകാരം. ഹലോ, ഒന്ന് വരയിട്ട് വെച്ചോണേ. ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്ന ആരുടെ ഇഷ്ടപ്രകാരമാണ്? യേശു ആരുടെ ഇഷ്ടപ്രകാരം? ഞാൻ കൊണ്ടുവന്ന എല്ലാം അങ്ങനെ കൊണ്ടുവന്നേ. യേശു ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം. മറിയ ആരുടെ ഇഷ്ടപ്രകാരം? ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം. പത്രോസ് ആരുടെ ഇഷ്ടപ്രകാരം? പൗലോസ് ആരുടെ ഇഷ്ടപ്രകാരം? പ്രകാശ് ആരുടെ ഇഷ്ടപ്രകാരം? എൻ്റെ ഇഷ്ടപ്രകാരം. പിടികിട്ടിയോ? നമ്മുടെ പ്രാർത്ഥന ആരുടെ ഇഷ്ടപ്രകാരമാ? ഓ, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം. പറച്ചിലൊക്കെ നമ്മളങ്ങ് യേശുവിൻ്റെ ഇഷ്ടപ്രകാരം എന്നൊക്കെ പറയുമെങ്കിൽ നമ്മളിപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇതുമല്ലോ ആണോ? ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ നോക്കിയേ. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു. അപ്പൊ നമ്മുടെ അപേക്ഷ അങ്ങോട്ട് പോയില്ലെങ്കിൽ ആരുടെ ഇഷ്ടപ്രകാരമല്ല. ദൈവ ഇഷ്ടം ചെയ്യുന്നവരുടെ ദൈവത്തിന് പ്രസാദമുള്ളൂ. എൻ്റെ വീട്ടിൽ പണിക്ക് വന്നവൻ ട്യൂബ വെച്ച് ഞാൻ രാവിലെ കടയിലോട്ട് പോയപ്പോഴത്തേന് അവനും അങ്ങ് പോയി. ഒരു 5 മണി ഞാൻ ശേഷം വരുന്ന ഒരു 3:30 കൂട്ടിക്കോ. ഞാൻ 3:30 ആയപ്പോൾ പുള്ളി പറമ്പിൽ നിൽപ്പുണ്ട്. 5 മണിയാകുമ്പോൾ ഞാൻ വന്ന് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക, എന്നാൽ കൂലി തന്നേക്കാൻ ഞാൻ പൊക്കോളാം. ഞാൻ കൊടുക്കുവോ? ആരുടെ ഇഷ്ടം ചെയ്യണം? ദൈവ ഇഷ്ടം ചെയ്യണം. ഇവിടെ പറയുന്നു പ്രാർത്ഥനയുടെ പ്രതിഫലം ആരുടെ ഇഷ്ടം ചെയ്യുമ്പോഴാ? ഇവിടെ ഓർത്തണം, അവന്റെ ഇഷ്ടപ്രകാരം. രോഗി സൗഖ്യമാകുന്നത് അവന്റെ ഇഷ്ടമാ. കുരുട്ട് കണ്ണുകൾ തുറക്കുന്ന അവന്റെ ഇഷ്ടമാ. ദൈവവചനം പറയുന്ന അവന്റെ ഇഷ്ടമാ. ബദ്ധന്മാർക്ക് വിടുവിക്കുന്ന സ്വർഗത്തിന് ഇഷ്ടമാ. പിശാച് ബാധിച്ചവരെ സൗഖ്യമാകുന്ന അവൻ ഇഷ്ടമാ. ഇന്ന് പകൽ പിശാച് ബന്ധിച്ചിരുന്ന ഭവനങ്ങളെ വിടുവിക്കുന്ന അവൻ ഇഷ്ടമാ. ഇവിടെ പറയുന്നു അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം എന്ത് പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യും? തരും. എന്നിട്ട് പറയാം 15-ാമത്തെ വാക്യം. നാം എന്തപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്ന് അറിയുന്നു. അപ്പൊ വിടുതൽ സംഭവിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ തന്നെയാ. ആരുടെ ഇഷ്ടത്തിലേക്ക് ഞാൻ വന്നില്ല. പിടികിട്ടിയോ? ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് വരുന്നവൻ അനുഗ്രഹവും ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ വരാത്തവൻ ശപിക്കപ്പെട്ടവനുമാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകലറിയണം, യേശു
പിതാവാൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തപ്പോൾ സകല നാമത്തിലും മേലായ നാമം യേശുവിൻ്റെ മേൽ പകർന്നു. ദൈവ ഇഷ്ടം ചെയ്യുന്നവനെ വാഗ്ദത്തമുള്ളൂ. അമേരിക്കയിൽ പോയതുകൊണ്ടോ ലണ്ടനിൽ പോയി പ്രസംഗിച്ചുകൊണ്ടോ ദൈവ ഇഷ്ടം നടക്കണമെന്നില്ല. ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇവിടെ ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തു. ഞാൻ കർത്താവിൻ്റെ ഹിതം ഇവിടെ ചെയ്യുന്നുണ്ടോ? ദൈവം എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു അതെന്നിൽ കൂടെ വെളിപ്പെടുന്നുണ്ടോ? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകലിൽ ഞാൻ പറയാം, അനുഗ്രഹത്തെ തടയപ്പെടുന്നത് നമ്മൾ തന്നെയാണ്. പൗലോസ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തപ്പോൾ കപ്പൽ ഛേദമുണ്ടായപ്പോഴും ദൈവം അവനെ സംരക്ഷിച്ചു. യോനായെ നോക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഉടമ്പടി വെച്ചപ്പോൾ മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് അവനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ ദേശത്ത് അനുഗ്രഹമാണ്. ദൈവ ഇഷ്ടം ചെയ്യുന്നവന് വേണ്ടി സ്വർഗം വാതിൽ തുറക്കും. ഹല്ലേലൂയ! എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകലിലും അറിയണം, എത്ര നിങ്ങൾ പാടിയാലും പ്രാർത്ഥിച്ചാലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിലാണ് നിൽക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? എത്ര പേര് പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ അടയ്ക്കും? ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്, ഫാദറെ താങ്ക് ലോഡ്. കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. ഞാനിത് 3-4 ആളുകളെ ഞാൻ കൊണ്ടുവന്നു. യേശുവിനെ കൊണ്ടുവന്നു. യേശു ദൈവ ഇഷ്ടം ചെയ്യുവാൻ യേശു ഒരുക്കപ്പെട്ടു. മറിയ പറയുന്നു അവൻ്റെ ഇഷ്ടം. പൗലോസ് പറയുന്നു കഷ്ടതയൊക്കെ സഹിക്കുന്നെങ്കിലും വാഗ്ദത്തത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. ചില നിന്ദകളൊക്കെ അനുഭവിക്കേണ്ടി വരും, പക്ഷേ അവിടെയെല്ലാം എനിക്ക് ദൈവം ഒരു വാഗ്ദത്തം ചെയ്യും. ഒന്ന് കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിച്ച്, താങ്ക് ലോഡ്, ഹല്ലേലൂയ, റസതുനി ഹദൽ റിഖമാന ഹശരാദര ബൈഡവ ഷദൽ. കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് കർത്താവെ ഞങ്ങളുടെ മേൽ അയക്കപ്പെടുകയും അങ്ങയുടെ ആത്മാവിനാൽ കർത്താവെ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ അടിയനിതാ. അല്ലേശ്യ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുക, അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് യെശയ്യാവ് പറയുന്ന പോലെ കർത്താവെ നിൻ്റെ ഹിതം. ഹല്ലേലൂയ! ഹന്ന ദൈവസന്നിധി പ്രാർത്ഥിക്കും, പറഞ്ഞു, നീ എനിക്കൊരു മകനെ തന്നാൽ ദൈവത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കും. ഇന്ന് പകൽ ഒരു ഉടമ്പടി പ്രകാരം പറഞ്ഞ, കർത്താവേ, എനിക്ക് ചില പ്രതികൂലങ്ങളായി നിൽക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളാണ് എനിക്കെൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ എന്നെ തടയുന്നതെങ്കിൽ ഇന്ന് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. എനിക്കൊരു വാതിൽ തുറന്നു തരുവാൻ. ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ ജോജി ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ.